പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് പോകുന്നത് പാലക്കാട് എം.എൽ.എ. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. ആണ്. പാലക്കാടിനും കേരളത്തിനും രാഹുലിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. 100% അതിജീവിതമാർക്കൊപ്പം നിന്നുകൊണ്ട് കണിശമായി തന്നെ രാഹുലിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സ്വാഗതം രാഹുൽ. നമസ്കാരം. നമ്മൾ നേരത്തെ ഒരുപാട് ചർച്ചകൾ ഇരുന്നിട്ടുണ്ട്. അന്ന് കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ്. നമ്മൾ സംസാരിച്ചത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ ചർച്ചകൾ, തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം രാഹുൽ ഇപ്പോൾ കോൺഗ്രസ്സുകാരനല്ല. ഒരുപാട് ഗുരുതരമായ ആരോപണങ്ങളുണ്ടായി, കേസുകളുണ്ടായി, ജയിൽവാസം. എവിടെയാണ് രാഹുലിന് പിഴച്ചത്? പിഴച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഞാനിതുവരെ മിണ്ടിയിട്ടില്ല, ഞാനിതിനെപ്പറ്റി ഇതുവരെ സംസാരിച്ചിട്ടില്ല. സത്യത്തിൽ ഞാൻ ലോങ് ഗ്യാപ്പ് എടുത്തിട്ടുമുണ്ട്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് മിണ്ടാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. മൈ സൈലൻസ് ഇറ്റ്സ് വാസ് ആൻ ഇമോഷണൽ മെസ്സേജ് എന്നാണ് എനിക്ക് ആ വിഷയത്തിനകത്ത് പറയാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യ വിവാദം, അപ്പോൾ ഇതിനൊരു ഓഗസ്റ്റ് ഫേസിൽ എനിക്ക് ആദ്യമായിട്ട് സംസാരിക്കാമായിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്തു. കാരണം ഞാനായി പറഞ്ഞു തുടങ്ങാൻ പാടില്ല. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ പറഞ്ഞതത്രയും ഞാനത് ഇമോഷണലായിട്ട് തന്നെ വിശ്വസിച്ച ഒരാളാണ്. അപ്പോൾ അതങ്ങനെ തന്നെ വരട്ടെ, അവരാദ്യം വരട്ടെ. കാരണം എനിക്ക് യാഥാർത്ഥ്യങ്ങളൊക്കെ അറിയുമ്പോഴും ഞാൻ അവർ പറഞ്ഞതാണ് വിശ്വസിക്കാൻ ആഗ്രഹിച്ചത്. അവർ പറഞ്ഞതിന് ശേഷമേ ഞാൻ പറയുകയുള്ളൂ എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സൈലൻസ് ഉണ്ടായത്. എനിക്ക് തോന്നിയത് ആ പിഴച്ചു പോയത് ആ സൈലൻസാണ്. പക്ഷേ അതിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളൊക്കെ എനിക്കൊരു പ്രയാസമായിട്ട് തോന്നുന്നില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു ചിരിയിലൂടെയെങ്കിലും എപ്പോഴെങ്കിലും കടന്നുപോയ ഒരു മനുഷ്യന്മാരെയും അവരിനി എന്നോട് എത്ര ദ്രോഹം ചെയ്താലും തിരിച്ച് റിയാക്ട് ചെയ്യില്ല എന്നുള്ളത് എല്ലാ കാലത്തുമുള്ള എൻ്റെ ശൈലിയാണ്. ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടല്ല. ഇതിനകത്തൊരു വലിയ ഞാൻ പറയാത്തതും പറഞ്ഞതും ഈ ദിവസങ്ങളിലെല്ലാം ഇതുവരെ അസത്യങ്ങളുടെയും അർത്ഥസത്യങ്ങളുടെയും ഒരു വലിയ ഒരു വ്യാജമായൊരു ലോകം തീർത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു തുടങ്ങുന്നത് ഇപ്പം നിങ്ങളെല്ലാവരും തന്നെ പല ആവർത്തി പറഞ്ഞിട്ടുള്ളൊരു വിഷയമുണ്ട്, ഹൂ കേഴ്സ്, അല്ലേ? നമുക്കതിൽ വരാം, ഉറപ്പില്ല. രാഹുൽ പറയുന്നു ഇത് അസത്യങ്ങളാണ്, അർദ്ധസത്യങ്ങളാണെന്ന് രാഹുൽ പറയുന്നു. രാഹുൽ പക്ഷേ ഒളിച്ചോടി. എന്തിനാണ് രാഹുലിന് ഇക്കാര്യങ്ങൾ നിവർന്നു എന്ന് കേരളത്തിലെ ജനത്തോട് പറയാം? കാര്യം രാഹുൽ സാധാരണക്കാരനല്ല, രാഹുൽ ഒരു ജനപ്രതിനിധിയാണ്. അതിൻ്റെ ധാർമ്മിക ബാധ്യത രാഹുലിനുണ്ട്, ഇല്ലേ? ആ ധാർമ്മിക ബാധ്യതകൾക്കപ്പുറം വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് ഞാൻ വലിയ മൂല്യങ്ങൾ കൽപ്പിക്കുന്ന ആളാണ്. ഞാൻ വ്യക്തിപരമായിട്ട് ഇപ്പം ഞാനുമായി ബന്ധമുള്ള ഏതെങ്കിലും മനുഷ്യന്മാർ, സൗഹൃദമുള്ള മനുഷ്യന്മാർ, അവരിൽ ഞാൻ പറഞ്ഞല്ലോ, അവരിൽ എന്നിൽ നിന്ന് ഏതെങ്കിലും കാരണം വെച്ചാൽ തെറ്റിപ്പോയാലും ഞാൻ അവരെപ്പറ്റി പറഞ്ഞു നടക്കുന്നൊരു രീതി എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരാദ്യം പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഈ ഓഗസ്റ്റ് ഈ ആരോപണങ്ങൾ വരുമ്പോഴായിരുന്നു എനിക്ക് ആദ്യമായി പറയാൻ പറ്റുന്നത്. അവിടെ പറഞ്ഞിരുന്നെങ്കിൽ ആ വിഷയങ്ങൾ അവിടെ തീരുമായിരുന്നു. പക്ഷേ ഞാൻ പറയാഞ്ഞത് അവരെന്നോട് പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട്. അതങ്ങനെ തന്നെയാണ്. അതല്ല എന്നെനിക്ക് നല്ല 100% ബോധ്യമുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വല്ലാതെ ഡീറ്റെയിൽസിലേക്ക് ആദ്യഘട്ടത്തിൽ പോകുന്നില്ല. അല്ലാന്ന് എനിക്ക് ബോധ്യമുള്ളപ്പോഴും അവർ പറയട്ടെ, അവർ പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ പോകത്തുള്ളൂ. കാരണം എനിക്ക് ആദ്യം നിയമ നടപടികളിലേക്ക് പോകാമായിരുന്നു. ഞാനത് ചെയ്തില്ല. അവർ നിയമ നടപടികൾ. രാഹുലിന് ഇതെല്ലാം അറിയാം, ഇതെല്ലാം രാഹുലിന് അറിയാം. ഇതെല്ലാം അറിഞ്ഞ് രാഹുലിന് മുന്നിലേക്കാണ്, അല്ലെങ്കിൽ കേരളത്തിന് മുന്നിലേക്കാണ്. നേരത്തെ പറഞ്ഞ ആദ്യഘട്ടത്തിൽ സോഷ്യൽ മീഡിയ പ്രചരണം ഉണ്ടാകുന്നു. എനിക്കൊന്ന് രാഹുലിനോട് അപ്പോഴാണ് ആ ചോദ്യം ഉണ്ടാകുന്നതും. ഇതെല്ലാം ഉണ്ട് അറിഞ്ഞുകൊണ്ടാണ് രാഹുൽ ചോദിക്കുന്നത് ഹൂ കേഴ്സ്. അത് ഒരു അധികാരത്തിൻ്റെ ധാർഷ്ട്യമല്ലേ രാഹുൽ? ഒരിക്കലല്ല. ഞാൻ എന്തിനാണ് ഹൂ കേഴ്സ് എന്ന് പറഞ്ഞത്? ഞാൻ പിന്നീട് മാധ്യമങ്ങൾ നിങ്ങളുടെ ഒരു തലക്കെട്ടിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിന് പിന്നിലൊരു വലിയ ഗൂഢാലോചനയുണ്ട്, ഞാനത് പറയാം. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അവർ നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിച്ചതാണ് സ്ത്രീകൾ പരാതി പറയുമ്പോൾ ഹൂ കേഴ്സ് എന്ന് ഞാൻ പറയുന്നു എന്ന്. നീലപ്പെട്ടി വിവാദം പോലെ മറ്റ് രാഷ്ട്രീയ വിവാദങ്ങൾ പോലെ ഒന്നായിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ വന്ന ആ സമയത്തുണ്ടായത്. അതിൽ പിൽക്കാലത്ത് അതിനുശേഷം വന്ന പരാതികളുടെ ഒരു നക്ഷലാണെന്ന് സോഷ്യൽ മീഡിയ. എൻ്റെ ചോദ്യം, രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം ഇപ്പോൾ ദാദർ സൈഡിൽ നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ രാഹുൽ ഇഷ്ടപ്പെട്ട ആളുകളെ പറ്റി രാഹുലിന് ബോധ്യമുണ്ട് എന്താണെന്ന്. ആ ബോധ്യമുള്ള രാഹുൽ വന്ന് ഹൂ കേസ് എന്ന് പറയാമോ? അതെനിക്ക് പൂർണ്ണമായി ബോധ്യമുള്ളതുകൊണ്ടാണ്. അങ്ങേക്ക് ഇപ്പോഴും ഈ ചോദ്യമുള്ളത് അങ്ങ് അസത്യങ്ങളും അർത്ഥസത്യങ്ങളും മാത്രം അറിയുന്ന ആളാണ്. എനിക്ക് രണ്ടുപേർ തമ്മിൽ, ഇപ്പം ഞാനും ശ്രീ ഹാഷ്മിയും നമ്മൾ തമ്മിലുള്ള പൂർണ്ണമായ കാര്യങ്ങളെ പറ്റിയിട്ട് അറിയുന്ന രണ്ടുപേരേ ഉള്ളൂ, അല്ലേ? എനിക്കും താങ്കൾക്കും മാത്രമാണ്. ഇപ്പോൾ താങ്കൾ മാത്രം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് താങ്കളുടെ വർഷം മാത്രമാണ്. ഞാൻ കൂടെ പറയുമ്പോഴേ എൻ്റെ വർഷനാകുകയുള്ളൂ, അല്ലെങ്കിൽ ആ സംഭവം പൂർണ്ണമാവുകയുള്ളൂ. എനിക്കിത് രണ്ടും അറിയുന്ന ആൾ എന്ന നിലയിൽ എനിക്ക് ഇത്തരം കാര്യങ്ങളെ പറ്റി നല്ല ബോധ്യമുണ്ട്. അത് നമുക്ക് വഴിയെ പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തി എന്ന നിലയ്ക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേവലം വ്യക്തി മാത്രമല്ല, പാലക്കാടിൻ്റെ ജനത ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച എം.എൽ.എ. ആണ്. ആ ജനങ്ങളോട് രാഹുലിന് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ രാഹുൽ അവിടെ ഇറങ്ങി നിന്ന് ഇക്കാര്യങ്ങൾ പറയാൻ ബാധ്യസ്ഥനാണ് രാഹുൽ. അല്ല, ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാനൊരു കാര്യം വളരെ കോൺക്രീറ്റ് ആയിട്ട് എന്നും പറയുന്നൊരു കാര്യമുണ്ട്.
ഞാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടൊരു കാര്യവും ചെയ്തിട്ടില്ല. ഇന്നത്തെ ദിവസം വരെ ചെയ്തിട്ടില്ല. ഞാൻ ഇന്നത്തെ ദിവസം വരെ ഏതെങ്കിലും ഒരു സ്ത്രീയെ അവരുടെ അനുവാദമോ അവരുടെ താല്പര്യമോ ഇല്ലാതെ ബാഡ് ടച്ച് എന്നുള്ളത് വിട്ടേക്കൂ, ഒരു ഷെയ്ക്ക് ഹാൻഡ് പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ അത്തരം ധാർമ്മികതകളൊക്കെ നന്നായി വെച്ച് പുലർത്തുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ എനിക്ക് ഞാൻ അധാർമികമായി എന്തെങ്കിലും ചെയ്തുവെന്നോ അതല്ലെങ്കിൽ ഞാൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തുവെന്നോ എനിക്ക് അഭിപ്രായമില്ല. ഞാൻ ചോദിക്കുന്നത് വ്യക്തിധാർമ്മികതയല്ല, പൊളിറ്റിക്കൽ മൊറാലിറ്റിയെ പറ്റിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ആദ്യ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതിയുമായി എത്തുന്നവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടുണ്ട്. ആ പരാതിയുടെ ആ സമയത്ത് രാഹുലിനെ പിന്നെ കാണാനില്ല. രാഹുലിനെ പിന്നെ കാണുന്ന എപ്പോഴാണ്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആൻറ്റിസിപ്പേറ്ററി കിട്ടിയതിന് ശേഷം വോട്ട് ചെയ്യാൻ വരുന്ന രാഹുലിനെയാണ്. ഒളിവിൽ പോയത് ശരിയായി എന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പദവികളിലിരുന്ന ആളുകളിൽ ഒരാളാണ്. എന്നേക്കാൾ കൂടുതൽ ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ഒരാളും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ജയിൽ എനിക്ക് എന്നെ ഭയപ്പെടുത്തുന്നു, എന്നെ ഭീതിപ്പെടുത്തുന്നിട്ടുള്ളൊരു കാര്യമല്ല. ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ഞാൻ ജയിലിൽ പോകില്ല എന്ന് ഞാൻ തീർപ്പ് കൽപ്പിച്ചിരുന്നു. കാരണം ഞാൻ ജയിലിൽ പോകേണ്ട കുറ്റം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട്. ഞാൻ പറഞ്ഞോട്ടെ, അത് കോടതികൾ ഇപ്പോൾ തീരുമാനിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഒളിച്ചോടി എന്ന് പറയുന്നത് വേണമെങ്കിൽ ഞാൻ പറയാം, എനിക്കിപ്പം സാങ്കേതികമായി നിയമപരമായിട്ടൊരു വാചകം പറയാം, ഞാൻ നിയമപരമായിട്ട് ഒളിച്ചോടിയിട്ടില്ല. ഒളിച്ചോടുക എന്ന് പറഞ്ഞാൽ ഈ നിയമ സംവിധാനത്തെ ഒന്നും വിശ്വസിക്കാതെ പോകുന്നതിനെയാണ് നമ്മൾ ഒളിച്ചോട്ടം എന്ന് പറയുന്നത്. ഞാൻ എന്താ ചെയ്തത്? ഞാൻ ചെയ്തത് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തോട് നല്ല വിശ്വാസമുള്ളൊരു പൗരൻ എന്ന നിലയിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് മൂവ് ചെയ്യുകയാണ്. അതൊരു പൗരൻ എന്ന നിലയിൽ എൻ്റെ അവകാശമാണ്. ഇനി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നാളുകളിൽ ശ്രീ ഹാഷ്മിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഈ ജയിലിൽ കിടന്ന് വെറുതെ ആകില്ലേ? അത് തെറ്റാകില്ലേ? അത് ഹാഷ്മിക്ക് ഇപ്പോൾ അറിയില്ല, പക്ഷേ എനിക്കറിയാം. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ജയിലിൽ കിടക്കാനുള്ളൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നറിയാം. അപ്പോൾ എൻ്റെ ഒരു തീരുമാനമായിരുന്നു, എൻ്റെ വ്യക്തിപരമായ തീരുമാനമായിരുന്നു, ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ജയിലിൽ കിടക്കില്ല. പക്ഷേ എന്നെ ജയിലിൽ കിടത്തി അടക്കൂ എന്ന് സർക്കാർ തീരുമാനിച്ചതുകൊണ്ടാണ് മൂന്നാമത്തെ പരാതി ഉണ്ടാകുന്നത്. ആയിക്കോട്ടെ, അത് അവരുടെ ഇഷ്ടം. മൂന്നാമത്തെ പരാതിയിൽ സെഷൻസിൻ്റെ ബെയിൽ ഓർഡർ അങ്ങ് വായിച്ചിട്ടുണ്ടാകുമല്ലോ. ആ ബെയിൽ ഓർഡറിന് പക്ഷേ പരാതിയുടെ പ്രാധാന്യം കൊടുത്തില്ല. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. അതൊക്കെ നിങ്ങളുടെ പരിപൂർണ്ണമായി. ഞാൻ പറഞ്ഞത്, എനിക്ക് സംസാരിക്കാൻ ഞാൻ തീരുമാനിച്ചൊരു സമയത്തെങ്കിലും എനിക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടണം. അപ്പോൾ ആ ബെയിൽ ഓർഡർ താങ്കൾ വായിച്ചു നോക്കും. ആ ബെയിൽ ഓർഡർ വായിച്ചു നോക്കുമ്പോൾ താങ്കൾക്ക് മനസ്സിലാകും ഈ കേസുമായി ബന്ധപ്പെട്ട് അത് ഞാൻ ഓവർ കോൺഫിഡൻ്റ് അല്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമമായ ബോധ്യമാണ്. അത് വേറെ ഏതെങ്കിലും തരത്തിൽ പിന്നെ എൻ്റെ അധികാരമോ എൻ്റെ സ്വാധീനമൊന്നുമല്ല. ഈ രാജ്യത്തൊരു സാധാരണ പൗരൻ എന്ന നിലയിൽ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടില്ല എന്ന ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വത്തിലുള്ള വിശ്വാസം ഉറപ്പായും കോടതി തീരുമാനിക്കണം. പക്ഷേ രാഹുൽ എങ്ങനെയാണ് ഇപ്പോഴും നിരപരാധിയാണെന്ന് പറയാൻ കഴിയുക? രാഹുലിനെതിരെ ഒരു പരാതിയാണോ, 2 പരാതിയാണോ? പരാതികൾ 3 പരാതികൾ പറയുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ്. ശരി, ഇപ്പോൾ രാഹുലിൻ്റെ വിശ്വാസം രാഹുൽ നിരപരാധിയാണെന്നും കോടതി അത് കണ്ടെത്തുന്നതാണ്. പക്ഷേ അതുവരെ ഈ പൊതുസമൂഹത്തിന് മുന്നിലുള്ള മൂർത്തമായ MO എന്ന് പറയുന്ന പോലെ മൂർത്തമായ യാഥാർത്ഥ്യം ഈ പരാതികളാണ്. ആ പരാതികളിൽ ഗുരുതരമായ ആരോപണങ്ങളാണ്. അല്ലെ, ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. ഇവരിങ്ങനെ എന്നെ പറ്റിയിട്ടുള്ള കഥകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഒരു വലിയ സംഘം, ആ സംഘത്തിനകത്ത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആ സംഘത്തിനൊരു കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഓഫീസ് കേന്ദ്രീകൃതമായിട്ടുള്ളൊരു കിങ് പിൻ പ്രവർത്തിക്കുന്നുണ്ട്. ആരാണ് പറയാം, ഒരു കിങ് പിൻ ഉണ്ട്. അതിന് താഴെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് 4 പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകൾ, ഒരു ജേർണലിസ്റ്റിൻ്റെ പാർട്ട്ണർ, കോൺഗ്രസിനകത്താണ് എന്ന് കോൺഗ്രസ്സുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ട്രൈറ്റർ. അവരെന്നെപ്പറ്റി മാത്രമല്ല, വേറെ ഒരുപാട് പേരെ പറ്റി മോശം പറയും. ഒരുപാട് തലകൾ കൊയ്യുവാൻ വേണ്ടിയിട്ട് കടന്നുകൂടിയ ട്രൈറ്ററാണവർ. അവർ പിന്നെ CPMൻ്റെ ഓരത്ത് ചേർന്ന് നിൽക്കുന്ന 2 പേർ, ഇവരുടെ ഒരു സംഘം. ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അങ്ങടക്കമുള്ള മാധ്യമപ്രവർത്തകരോട് കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് എന്നെ പറ്റിയിട്ട് ഇങ്ങനെ കഥകൾ പറയുകയാണ്. അയാളോട് മിസ്ബിഹേവ് ചെയ്തു, ഇയാളോട് മിസ്ബിഹേവ് ചെയ്തു, അയാളോട് അങ്ങനെ മെസ്സേജ് അയച്ചു, ഇയാളോട് ഇങ്ങനെ മെസ്സേജ് അയച്ചു. ശ്രീ ഹാഷ്മി ആരുടെ കാര്യം വേണമെങ്കിലും എന്നോട് പേഴ്സണലി ചോദിച്ചു. അപ്പം നമുക്ക് പേരുകളിലേക്ക് ഡ്രാഗ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ആരുടെ കാര്യം വേണമെങ്കിലും ചോദിച്ചു. ഞാൻ അവരുടെ ചാറ്റ് എടുത്തിട്ട് ഹാഷ്മിക്ക് അങ്ങ് തരാം, എൻ്റെ ഫോൺ തന്നെ തന്നേക്കാം. ഹാഷ്മി എടുത്ത് നോക്കിയിട്ട് ഈ ഹാഷ്മിയോട് പറഞ്ഞിട്ടുള്ള ഏത് കഥയിൽ ആരും അവരറിഞ്ഞിട്ടല്ല പറയുന്നത്, പറഞ്ഞിട്ടുള്ള ആരുടെയും കൺവെർസേഷൻസ് പരിശോധിക്കാം. ഒരു 1 സൈഡഡ് കൺവെർസേഷനോ അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷനോ അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞു. ഒരു ദിവസം ഒരു യുവനടി, ഞാനങ്ങനെ അവർ ചെയ്തതുപോലെ പേരൊന്നും പറയാതെ പോകുന്നില്ല, റിനി ആൻ ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടി വന്നിട്ട് ഒരു മാധ്യമത്തിൽ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂവിലാണ് എനിക്കെതിരെ ആദ്യമായിട്ട് ഒരാക്ഷേപം ഉന്നയിക്കുന്നത്. അപ്പം സ്ത്രീകൾക്കെതിരായിട്ടുള്ള പരാതികളൊക്കെ പറയുമ്പോൾ ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ള ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്നിട്ട് അവർ പറഞ്ഞു, ഞാൻ അവരെ പരിചയപ്പെട്ടതിന് 24 മണിക്കൂറിന് ശേഷം മിസ്ബിഹേവ് ചെയ്തു എന്നാണ് അവരുടെ പരാതി. ആദ്യത്തെ ദിവസം പറഞ്ഞില്ല, പിന്നീടാണ് അവർ അത് പറയുന്നത്.
അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഞെട്ടിദ്ധരിച്ചിരിക്കുകയാണ്. ഇപ്പോഴും എനിക്ക് റിനിയോട് ചോദിക്കാനായിട്ടുള്ളത്, ഇപ്പോൾ ഞാൻ പരിചയപ്പെട്ട് 24 മണിക്കൂറിന് ഉള്ളിൽ റിനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ടെങ്കിൽ റിനിയുടെ മറുപടി എന്തായിരുന്നു? അതുകൂടി ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ വെച്ചോളൂ. എനിക്കറിയുന്ന കുറേ കാര്യങ്ങൾ പറയാം വിത്ത് എവിഡൻസ്. ചാറ്റ് ശ്രീ ഹാഷ്മിക്ക് പരിശോധിക്കാനും തരാം. ഞാൻ വെറുതെ പറയുകയല്ല, ഹാഷ്മിക്ക് പരിശോധിക്കാം. എന്താണ്? ഞാൻ തരാം, ചാറ്റ് തരാം. എനിക്കറിയുന്ന അതിന് ശേഷമുള്ള റീസെൻ്റ് ആയിട്ടുള്ള ടൈം ലൈൻ മാത്രം പറയാം. ഈ റിനി പരാതി പറയുന്നതിന് തൊട്ട് മുമ്പ് മെയ് മാസം 28-ാം തീയതി ഞാൻ ഫ്ലൈറ്റിലിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ പിന്നെ കയറി എല്ലാവരും ഇരുന്നു. അപ്പോൾ അനൗൺസ്മെൻറ്റുകളൊക്കെ തുടങ്ങി. റിനിയുടെ ഫോണിൽ നിന്നും തുരുതുര എനിക്ക് കോൾ വരികയാണ്. ഞാൻ ഫോൺ എടുക്കുന്നു. അപ്പം ഞാൻ ആദ്യത്തെ ഫോണൊന്നും എടുത്തില്ല. അപ്പം ഞാൻ ഫോൺ എടുക്കുന്നു. എന്താ അപ്പോൾ തുരുതുര ഒരാൾ വിളിക്കണം. ഞാൻ ചോദിച്ചു എന്താ? അപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, മെയ് 28 വിളിക്കണം. മെയ് 28 പറയുന്നു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഞാൻ പറഞ്ഞാട്ടെ. അപ്പോൾ ഞാൻ അന്ന് അമ്മയുടെ കൊടുക്കാം, അമ്മയ്ക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഫോൺ കൊടുത്തോട്ടെ. അപ്പോൾ ഞാൻ ഫോൺ കൊടുത്തു. അപ്പോൾ ഞാൻ ആ അമ്മയോട് പറഞ്ഞു അമ്മേ ഹാപ്പി ബർത്ത്ഡേ ടു യു, പിന്നെ ഞാൻ ഫ്ലൈറ്റിലാണ്, പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം ഒരു മോശം അനുഭവമുള്ള, ഇത്തരത്തിലൊരു മോശം അനുഭവമുള്ള ആൾ ഈ ആരോപണം അത് ഉന്നയിക്കുന്നത് ഒരു 3-4 വർഷം അവർ തന്നെ പറയുന്ന കാലയളവിന് ശേഷം 2025 ഓഗസ്റ്റ് മാസം 19-ാം തീയതി മറ്റാണ് പറയുന്നത്. ആ ഓഗസ്റ്റിന് തൊട്ട് മുമ്പുള്ള മെയ് 28-നാണ് ഇവരെന്നെ ഇങ്ങനെ വിളിക്കുന്നത്. അതിനു മുൻപ് ഇവർ തൃശ്ശൂരിലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ട്, തൃശ്ശൂർ വരെ അവരുടെ ഡെസ്റ്റിനേഷനുള്ളതെന്ന് അവരെന്നോട് പറഞ്ഞത്. എന്നോട് ചോദിച്ചു പാലക്കാട് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് അവരെന്നെ പാലക്കാട് വന്ന് കണ്ട് വളരെ സ്നേഹത്തോടെ എൻ്റെ ഓഫീസിൽ വന്ന് കണ്ട് പിരിഞ്ഞു പോയ ഒരാൾ. അതിനു മുൻപ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങളെല്ലാവരും താമസിച്ചിരുന്ന, അപ്പം നമ്മളൊക്കെ കൂട്ടിമുട്ടിയ ഹോട്ടലുണ്ടല്ലോ, ആ ഹോട്ടലിൽ ഒരു ദിവസം അവരവിടെ എന്തോ ബൈ ചാൻസ് താമസിക്കാനായിട്ട് വന്നു. അപ്പോൾ ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ കണ്ട് എൻ്റെ ഓടി അടുത്തേക്ക് വന്ന് സെൽഫി എടുത്ത ഒരാൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എനിക്ക് പോലും അറിയില്ലായിരുന്നു, അവരെന്നെ കണ്ടിട്ടുമില്ല, 2 ദിവസം അവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. എന്താണ് ഈ പറയുന്നതെന്നുള്ളൊരു രാഹുൽ റിനിയുമായുള്ള സൗഹൃദം റിനിയുമായി മാത്രമാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സൗഹൃദം റിനിയുമായിട്ട് മാത്രമാണെന്ന് കരുതാനായിട്ട് ഞങ്ങൾ തമ്മിൽ പ്രണയമൊന്നുമില്ലല്ലോ, ഞങ്ങൾ തമ്മിൽ സൗഹൃദമാണല്ലോ ഉള്ളത്. സൗഹൃദത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരു പൊസഷൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. മാത്രമല്ല അങ്ങനെ സൗഹൃദത്തിൻ്റെ തെറ്റും ശരിയൊന്നും അല്ലല്ലോ റിനി പറഞ്ഞത്. റിനി ആരോപണമായിട്ട് ഉന്നയിച്ചത് എന്താ? 24 മണിക്കൂറിനകം മിസ്ബിഹേവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ കൺവെർസേഷൻ പുറത്തേക്ക് വിടട്ടെ. റിനിയുടെ മറുപടി എന്തായിരുന്നു എന്നും പുറത്തേക്ക് വിടട്ടെ. ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ, റിനി എന്ത് പറഞ്ഞു എന്നുള്ള സാധനം പുറത്തേക്ക് വിട്ടിട്ടുണ്ടോ? ഞാൻ ആ കൺവെർസേഷൻ പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, റിനി അനുവദിച്ചാൽ ആ കൺവെർസേഷൻ മൊത്തം ഫുൾ കൺവെർസേഷൻ ഞാൻ പുറത്തേക്ക് വിടാം. 1. 2 അല്ലല്ല, അതങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് ആകുന്നത്? ശ്രീ എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം ഇതാ, എന്നെപ്പറ്റി എന്തും പറയാം, എന്നിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കുക എന്താ രാഹുലും മിണ്ടാത്തേ, എന്നാൽ ഞാൻ പറയാം ഞാൻ തെളിവുകൾ തരാമെന്ന് പറയുമ്പോൾ ഉടനെ അത് ബ്ലാക്ക് മെയിൽ ആകുന്നത്. പിന്നെ അല്ല ഞാൻ ശ്രീ ഹാഷ്മി അങ്ങനെ ഞാൻ ചോദിക്കുന്ന ഹാഷ്മി, പിന്നെ ഞാൻ എങ്ങനെ പ്രൂവ് ചെയ്യണമെന്നാണ് ശ്രീ ഹാഷ്മി ആഗ്രഹിക്കുന്നത്? ഞാൻ വെറുതെ പറഞ്ഞാൽ മതിയോ? കോടതി പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസ്യമല്ല, കോടതികൾ തീരുമാനമെടുക്കുന്നവരെ നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറല്ല, ഞാൻ മറുപടി പറയാത്തത് എന്തെന്ന് നിങ്ങൾ ചോദിക്കും. ഞാൻ മറുപടി പറയുമ്പോൾ അത് ബ്ലാക്ക് മെയിൽ ആകുന്നത് എങ്ങനെയാണ്? ഞാൻ റിയൽ കൺവെർസേഷൻ പറയണ്ടേ? സൈബർ അറ്റാക്കിൽ വന്നിട്ടുള്ള കോണ്ടന്റുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അല്ല ഞാൻ പറയട്ടെ, ഞാൻ എന്തെങ്കിലും പൂർത്തീകരിക്കട്ടെ. എനിക്ക് മാത്രം അറിയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇന്നത്തെ ദിവസം വരെ പുറത്ത് വന്നിട്ടില്ല. ഇനിയും കോടതിയിൽ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, കോടതിയിൽ പിന്നെ ഒരു അടച്ചിട്ട കോടതി മുറിയിൽ വാദം മതി എന്ന് പറയുന്നത് ഞാനാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്? അടച്ചിട്ട കോടതി മുറിയിൽ വാദം മതി എന്ന് പറയുന്നത് എനിക്കെതിരായിട്ട് എന്തെങ്കിലും വരുമെന്ന് പേടിച്ചിട്ടാണോ? എനിക്കെതിരായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ആദ്യം വരുന്നത് മാധ്യമങ്ങളിലല്ലേ, പിന്നല്ലേ കോടതിയിലേക്ക് വരുന്നുള്ളൂ. മാധ്യമങ്ങൾ വന്നതിൻ്റെ അത്രയും പോലും കോടതിയിലേക്ക് വന്നിട്ടുമില്ലല്ലോ. അപ്പോൾ എനിക്കതല്ലല്ലോ പേടി. ഞാൻ ആരെയാണ് കരുതിയത്? ഞാൻ അപ്പുറത്ത് നിൽക്കുന്നവരെ തന്നെയാണ്. ഇപ്പോഴും എൻ്റെ രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ് ശ്രീ ഹാഷ്മി, ഒരു തെറ്റിദ്ധാരണയും വേണ്ട. ശ്രീമതി ഹണി ഭാസ്കർ വന്നിട്ട് എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ശ്രീമതി ഹണി ഭാസ്കർ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് അവരുടെ പോസ്റ്റിൽ തന്നെ പറയുന്നു അവരോട് ഞാൻ നന്നായിട്ടാണ് സംസാരിച്ചത്, പക്ഷേ സംസാരത്തിനിടയിൽ എവിടെയൊക്കെ കോഴിക്കാട്ട് അവർക്ക് മണത്തു. ആ കൺവെർസേഷൻ ഹാഷ്മിക്ക് പരിശോധിക്കാം. എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളുകളുടെ കൺവെർസേഷൻ പരിശോധിക്കണം എന്നല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കത് നോക്കാം. ഞാൻ പറയട്ടെ, ഞാനൊരു പരാതിയല്ല, ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ഹണി ഭാസ്കറിൻ്റെ ആരോപണത്തിന് മുഴുവൻ പ്രൈം ടൈം കൊടുത്തു. സത്യത്തിൽ എന്താ ഹണി ഭാസ്കറിൻ്റെ ആരോപണം? നമ്മുടെ നാട്ടിൽ 2 വ്യക്തികൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകളെന്നോ കൊതി നുണയെന്നൊക്കെ പറയുന്ന സംഭവമല്ലേ ഹണി ഭാസ്കറിൻ്റെ? അല്ല ഞാൻ പറയട്ടെ, ഹണി ഭാസ്കറിൻ്റെ ആകെയുള്ള ആരോപണം അല്ല ശ്രീമതി ഹണി ഭാസ്കർ. ഞാൻ പറയട്ടെ, ഒന്നൊന്നായിട്ട് പറയുകയാണ്, എല്ലാം ക്ലിയർ ചെയ്യുകയാണ്. ഇൻബോക്സിലേക്ക് രാഹുൽ അങ്ങോട്ട് പോയി സംസാരിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് സംസാരിച്ചത്
അങ്ങോട്ട് തന്നെയാണ് സംസാരിച്ചത്. എല്ലാ സംഭാഷണങ്ങളും ഒരാൾ ഒന്നെങ്കിൽ ഇങ്ങോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടോ വന്ന് അങ്ങോട്ട് പോയി സംസാരിക്കുന്നത് തെറ്റാണെങ്കിൽ ഇപ്പം ബാക്കിയുള്ള ആളുകൾ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചാൽ തെറ്റാണെന്ന് ശ്രീ ഹാഷ്മി പറയേണ്ടി വരും. അങ്ങനൊരു വിലയിരുത്തലില്ലല്ലോ. അപ്പം ഹണി ഭാസ്കറിൻ്റെ ആരോപണം ഇങ്ങനെ പറഞ്ഞു എന്നാ, എൻ്റെ സൗഹൃദ സദസ്സിൽ ഞാനിങ്ങനെ പിന്നെ ആരോടെങ്കിലും സംസാരിച്ചു എന്നുള്ളത് അതെന്തിനാ പറയുന്ന നടക്കുന്നതിന്? അങ്ങനെ പറഞ്ഞു നടക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. എന്നെ ഈ പരാതി പറഞ്ഞ ആളുകളിൽ ഏറ്റവും ഞെട്ടിച്ച ആളുകളിൽ ഒരാൾ ഷഹനാസാണ്. ഷഹനാസിൻ്റെ ഇവരെയൊക്കെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ചും കൂടെ അടുത്ത സുഹൃത്തായിരുന്നു എന്ന് ഞാൻ ധരിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഷഹനാസ് പറയുന്നത് കർഷക സമരത്തിൻ്റെ സമയത്ത് ഞാൻ ഷഹനാസിനോട് മിസ്ബിഹേവ് ചെയ്തു, ഡൽഹിയിലേക്ക് ക്ഷണിച്ചു, ഷഹനാസ് ചുട്ട മറുപടിയും പറഞ്ഞു എന്നാണ് ഷഹനാസിൻ്റെ ആരോപണം. ഷഹനാസ് ആ മറുപടി പറഞ്ഞതൊന്ന് പുറം ലോകത്തേക്ക് വിടട്ടെ. അപ്പം ഞാൻ വിടുമ്പോഴല്ലേ ഉള്ളൂ ഇപ്പം അങ്ങ് അടക്കമുള്ള ആളുകൾ വെല്ലുവിളിയാണെന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, എന്നാൽ താങ്കൾ എടുത്ത് പരിശോധിക്കൂ, ഞാൻ തയ്യാറാണെന്നേ. അതിൽ കൂടുതൽ ഞാൻ എങ്ങനെ ക്ലാരിറ്റി വരുത്തണ്ടേ? ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയുന്ന റിസർവേഷൻസ് ഉണ്ട്. കേസില്ലാതെ എനിക്കെതിരെ വന്ന ആരോപണങ്ങൾ ഇതിനപ്പുറം ഞാൻ എങ്ങനെയാണ് പറയണ്ടേ? ഞാൻ ചോദിക്കുന്നു. ഇപ്പം ഞാനൊന്ന് പറയാം, ഞാൻ പൂർത്തീകരിക്കട്ടെ. ഞാൻ അതിലേക്കാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ ചാറ്റ് പുറത്തു വിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറയും, ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറയും ഞാൻ ഭീഷണിപ്പെടുത്തുന്നതാണ്. വേണ്ട, ഷഹനാസ് തന്നെ കാണിക്കട്ടെ. ഇനിയും താങ്കളുടെ ചോദ്യം, താങ്കൾ എന്താ പറഞ്ഞത്? ഷാഫി പറമ്പിലിനോട് എന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കരുതെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി എനിക്കറിയില്ല. അത് ഷാഫി പറമ്പിലും ശ്രീമതി ഷഹനാസും പറയേണ്ടുന്ന കാര്യമാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ ആശംസ നേർന്നിട്ടുള്ള ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം എനിക്ക് അഭിനന്ദനം പറഞ്ഞ ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം നീ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അടക്കമുള്ള പരിപാടികൾ നടത്തണം എന്ന് പറഞ്ഞ് എനിക്ക് ഉപദേശം തന്ന ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം എൻ്റെ ഒരു ഭാരവാഹിയെപ്പറ്റി എന്നോട് സൂചിപ്പിച്ച ഷഹനാസാണ്. ഇനി എനിക്കറിയുന്ന ഷഹനാസ് പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ജൂലൈ മാസം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിട്ട് പോലില്ല, ജൂലൈ മാസം ഇങ്ങോട്ട് നീ പാലക്കാട് മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് നീ മത്സരിക്കണം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ എൻ്റെ സുഹൃത്താണ്. ഷഹനാസ് എന്നെ ദുബായിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇതൊക്കെ പോട്ടെ, ഞാൻ പൂർത്തീകരിക്കട്ടെ. അത് തന്നെയാണ് പറയുന്നത്. ഞാൻ അവരെ പറ്റി ഒരു റോങ് ഇൻറ്റൻഷൻ അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറയുന്ന മൊത്തം എന്താ കേൾക്കാത്തത്? ഷഹനാസ് എന്നെ ദുബായിലേക്ക് വിളിക്കുന്നത് മാക്ബത്ത് പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഷഹനാസിന് കൂടി പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ ബുക്ക് പബ്ലിഷിങ്ങിലാണ്. എൻ്റെ ചോദ്യം, 2020 മറ്റോ അല്ലേ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് സംഭവം അവർ പറയുന്നത്? കർഷക സമരം ആ സമയത്താണല്ലോ. ആ ആളെ 2024 എന്തിനാണ് മാക്ബത്ത് പബ്ലിക്കേഷൻസിൻ്റെ പുസ്തക പ്രകാശനത്തിന് വേണ്ടി ക്ഷണിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം പറയട്ടെ, ഈ വിഷയങ്ങളുണ്ടായതിനു ശേഷം ഷഹനാസ് എന്നോട് നീ കേസ് കൊടുക്കണം, ഡിഫേമേഷന് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞാളാ. എപ്പോഴാണ്? ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം. ഈ ആദ്യ ആരോപണങ്ങളും വോയിസ് റെക്കോർഡും ഒക്കെ പുറത്തു വന്നതിന് ശേഷം എന്നോട് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ ആളാണ്. തെളിവുണ്ട്. ആ മിസ്ബിഹേവ് ചെയ്ത ആളെ ഈ 5 വർഷക്കാലം അടുത്ത സുഹൃത്തായിട്ട്, എന്നോട് മിസ്ബിഹേവ് ചെയ്യുന്നൊരു ആളെ ഞാൻ 5 വർഷക്കാലം സുഹൃത്തായിട്ട് വെക്കില്ല. ഷഹനാസും വെക്കുന്ന ആളല്ല ഞാൻ പറയുന്നത്. രാഹുൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞതൊക്കെ രാഹുലിൻ്റെ ബോധ്യങ്ങളാണ്. രാഹുലും ഈ പറയുന്ന വ്യക്തികളും തമ്മിലുള്ള മെസ്സേജുകളും ബോധ്യങ്ങളുമാണ്. അത് പരിശോധിക്കണം തോന്നുന്നില്ല, പോട്ടെ, അത് വേറൊരു വിഷയം. പക്ഷേ പൊതുസമക്ഷമുള്ളത് എന്താണ്? പൊതുസമക്ഷമുള്ളത് ഗുരുതരമായ പരാതികളാണ്, സ്ക്രീൻഷോട്ടുകളാണ്, വോയിസ് റെക്കോർഡുകളാണ്. കരഞ്ഞുകൊണ്ട് പറയുന്ന അതിജീവിതയോട് രാഹുൽ അങ്ങേയറ്റത്തെ ബ്രൂട്ടലായി ദയാരഹിതം സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളാണ്. അതൊക്കെ രാഹുലിൻ്റെ തന്നെയാണോ? വോയിസ് റെക്കോർഡുകളിൽ ഏറ്റവും പ്രധാനമായിട്ടും എനിക്കെതിരായിട്ട് വന്നൊരു ആരോപണം, ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞു. ഞാൻ കൊല്ലാൻ ആഹ്വാനം ചെയ്തു. ആ വോയിസ് റെക്കോർഡ് താങ്കൾക്ക് ഒന്നുകൂടെ കേൾക്കാം. ഞാൻ ഒരിക്കൽ പോലും ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ടില്ല. ആ സംഭാഷണം, ഞാൻ ആ കേസിൻ്റെ മെറിറ്റിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അത് കോടതിയിലൂടെ ആ കേസിൻ്റെ നിങ്ങൾ കേട്ടത്, നിങ്ങൾ അറിഞ്ഞത് സത്യത്തിൻ്റെ ഒരു 10% പോലും ഇല്ല. യഥാർത്ഥ സത്യം നിങ്ങൾ അന്നും ഇതേ പ്രാധാന്യത്തോടു കൂടി വാർത്ത കൊടുക്കുമെങ്കിൽ, നിങ്ങൾക്ക് മറ്റ് താല്പര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ, കേരളം ഞെട്ടുന്ന വാർത്ത ആ കേസ് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകും. ഞാൻ ഈ പരാതികളുടെ മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല. 3ാമത്തെ കേസുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ മാധ്യമങ്ങൾ കൊടുത്തൊരു പ്രധാനപ്പെട്ട പരാതി, അത് പരാതിയിൽ വന്നിട്ടില്ല, വാർത്തയായിരുന്നു. എനിക്ക് ഫ്ലാറ്റ് വാങ്ങിത്തരണമെന്ന് ആവശ്യപ്പെട്ടു.
ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ ആ കൺവെർസേഷൻ്റെ നിങ്ങൾ പുറത്തുവിട്ട സ്ക്രീൻഷോട്ടിൻ്റെ 5 മെസ്സേജുകൾ മുകളിലോട്ടും 5 മെസ്സേജുകൾ താഴോട്ടും പുറത്തുവിടാൻ തയ്യാറുണ്ടോ? എന്താണ് അത്? ഞാൻ പുറത്തുവിടാൻ തയ്യാറാണ്. എന്താണ് ആ പുറത്തുവിട്ട് കഴിയുമ്പോൾ മനസ്സിലാകുന്ന 2 കാര്യമുണ്ട്. ഒന്ന്, അവരുടെ പരാതിയിൽ തന്നെ പറയുന്ന വിവാഹ വാഗ്ദാനം എന്ന് പറയുന്ന അവരുടെ തന്നെ അലിഗേഷൻ ഇല്ലാതെയായി പോകും ആ താഴോട്ടുള്ള കൺവെർസേഷൻ വിട്ടാൽ. അപ്പോൾ എനിക്ക് പാലക്കാട്ടൊരു പ്രധാനപ്പെട്ട ബിൽഡർ ഡിസ്കൗണ്ട് റേറ്റിൽ ഇതാണ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഫ്ലാറ്റിൻ്റെ ഡീറ്റെയിൽസ് വന്നു. ഞാൻ ഇവർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതെനിക്ക് തന്ന പ്രൈസാണ്, നിങ്ങൾ എന്നെ അറിയാമല്ലോ, നിങ്ങളൊന്ന് അവരോട് അന്വേഷിക്കൂ, ഇതിൻ്റെ പ്രൈസ് ഒന്ന് അന്വേഷിക്കുമോ എന്ന് ചോദിച്ചു. അന്നേരം അവരെന്നോട് ഫ്ലാറ്റിനെ പറ്റിയുള്ള ഡിസ്കഷനാണ്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു 2 BHK മതിയോ? ഞാൻ പറഞ്ഞു പോരാ, 3 BHK വേണം. കാരണം എന്താ, ഞാൻ ലോൺ എടുത്ത് ഞാൻ എൻ്റെ പണം മുടക്കിയിട്ട് വാങ്ങാൻ പോകുന്ന ഫ്ലാറ്റാണ്, അവർ വാങ്ങി തരുന്ന ഫ്ലാറ്റല്ല. ഇനിയും അടുത്ത മെസ്സേജ്, താഴോട്ടുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ പിന്നീട് പോകുമ്പോൾ പറയുന്നത്, ശരിയാ, നീ കല്യാണം കഴിച്ച് ഭാര്യയും കുട്ടികളൊക്കെ ആയി ജീവിക്കുമ്പം 3 BHK വേണമല്ലോ എന്നുള്ളതാണ് അടുത്തത്. ആ മെസ്സേജും കൂടെ പുറത്തുവിട്ട് കഴിഞ്ഞുള്ള കുഴപ്പം, പിന്നെ ഈ വിവാഹ വാഗ്ദാനം എന്ന് പറയുന്ന ആരോപണം നിലനിൽക്കില്ല, ഫ്ലാറ്റ് വാങ്ങണം എന്നുള്ള ആരോപണം നിലനിൽക്കില്ല. ഇനി മൂന്നാമത്തെ പരാതിക്കാരി, എനിക്ക് പണം ഞാൻ ആവശ്യപ്പെട്ടു, ഞാൻ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഷൂ വാങ്ങാൻ പറഞ്ഞു, സൺസ്ക്രീൻ, ലോഷൻ, അത് പരാതിക്കാരി ആയതുകൊണ്ട് ഞാൻ അങ്ങേ കാണിക്കുന്നത് പോലും നിയമപരമായി ശരിയാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അത് കാണിക്കാത്ത, ആ ചാറ്റ് മാത്രം കാണിക്കാത്ത. സാമ്പത്തിക ദോഷം നടത്തി പറയട്ടെ, ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ചെരുപ്പിൻ്റെ കാര്യം പറഞ്ഞു. ചെരുപ്പിൻ്റെ കാര്യം സത്യത്തിൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്രൂരമായ ആരോപണങ്ങളാണ്. അവരെനിക്കൊരു ചെരുപ്പിൻ്റെ ലിങ്ക് അയച്ചു തരുന്നു, ഇത് നിനക്ക് നന്നായി ചേരും എന്ന് പറയുന്നു. അപ്പം ഞാൻ ചോദിച്ചു ഏതാണ്? അപ്പോൾ പറഞ്ഞു ബർക്കിൻ സ്റ്റോക്കാണ്. അപ്പം എന്നിട്ട് എന്നോട് അവർ തന്നെ പറയുകയാണ് അത് അവിടെ അവൈലബിൾ അല്ല. ആ സംഭാഷണം അവിടെ സൗഹാർദ്ദപരമായിട്ട് അവസാനിച്ചു. ഞാൻ അവരോട് പിന്നൊരു ദിവസം ഞാൻ അവരോട് ചോദിച്ചു, നീ എന്ന് അയച്ചു തന്ന ആ ലിങ്ക് എനിക്കൊന്ന് അയച്ചു തരുമെന്ന് ചോദിച്ചു. അവരാ ലിങ്ക് അയച്ചു തന്നു, ഞാൻ ആ ചെരുപ്പ് വാങ്ങുകയും ചെയ്തു. എന്തൊരാരോപണമാണ് ഉന്നയിച്ചത്, അതും ഈ യാഥാർത്ഥ്യമായിട്ട് എന്താ ബന്ധമുള്ളത്? രാഹുൽ, ഞാൻ പറയട്ടെ, പൂർത്തീകരിക്കട്ടെ. സാമ്പത്തിക ചൂഷണത്തെ പറ്റി അങ്ങ് ചോദിച്ചു. ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഡിജിറ്റലാണെന്ന് അവർ പറയുന്നുണ്ടല്ലോ. ഞാൻ അവരോട് ഇന്നത്തെ ദിവസം വരെ 1 രൂപ, ഒരുപാട് രൂപ വേണ്ട, 1 രൂപയെങ്കിലും ആവശ്യപ്പെടുത്തിട്ടുള്ള ഒരു മെസ്സേജ് അവർക്ക് പുറത്തുവിടാനുണ്ടോ? രാഹുൽ, ഇവിടെ ഇപ്പം നമുക്ക് ഇപ്പം നിലവിൽ ഇപ്പോൾ കേസിൻ്റെ ഭാഗമായിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ, ഓഡിയോ ക്ലിപ്പുകൾ ഒട്ടനവധി ഉണ്ട്, 1 2 ഒന്നുമല്ല. അതിൽ രാഹുൽ ഈ പറഞ്ഞ വിവാഹാഭ്യർത്ഥന നടത്തുന്നു, എന്താണ് ഗർഭിണിയാക്കണം എന്ന് പറയുന്നു, ഐവന്നമ്മയ്ക്ക് പ്രഗ്നന്റ് എന്നൊരു മെസ്സേജുള്ള ചാറ്റുണ്ട്. ഞാൻ ആ വിഷയത്തിന്റെ കേസിന്റെ മെറിറ്റിലേക്ക് അത് കേസിൽ പ്രതിപാദിക്കുന്ന വിഷയമാണ്. ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞ ശ്രീ ഹാഷ്മി, താങ്കൾ പറഞ്ഞ ഭാഗം സാമ്പത്തിക ആരോപണം എന്ന് പറയുന്നത് അവരുടെ പരാതിയിലില്ല. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ പ്ലെയിനായിട്ട് മറുപടി പറയാൻ പറ്റുന്നത്. ഒന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഞാൻ ഈ വരുന്ന ദിവസങ്ങളിൽ 1 2 കോടതി ഇടപെടലുകൾ നടത്തുന്നുണ്ട്. നമുക്ക് വീണ്ടും ഇരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ ഇനി ഓപ്പൺ അപ്പ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഞാൻ ഓപ്പൺ അപ്പ് ചെയ്യാൻ തന്നെയാണ് ഇരിക്കുന്നത്. 1 2 കോടതി ഇടപെടലുകൾ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാകും. ആ ക്ലാരിറ്റി ഉണ്ടാകാത്തതിൻ്റെ ബാക്കി ഞാൻ ചോദിക്കുന്നത്, ആ ചാറ്റിൽ ഞാനതാ പറയുന്നത് ശ്രീ ഹാഷ്മി, ഞാൻ അത് തന്നെയാണ് പറയുന്നത്. അതായത് ഞാൻ 1 2 ഞാൻ എങ്ങും പോകുന്നില്ലല്ലോ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഇത്രയും കാര്യങ്ങളിൽ ഞാൻ ക്ലാരിറ്റി വരുത്തുന്നുണ്ടല്ലോ. കേസുമായി ബന്ധപ്പെട്ട് 1 2 കാര്യങ്ങൾ, 1 2 ഇടപെടലുകൾ, താങ്കൾ ചോദിച്ച വിഷയമടക്കമുള്ള 1 2 ഇടപെടലുകൾ, നിയമപരമായ ഇടപെടലുകൾ എന്ന് പറയുമ്പം ഇനിയും എനിക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും ഞാൻ വളരെ സൂക്ഷിച്ചാണ്. കാരണം അതിൽ നിന്ന് അടർത്തിയെടുത്ത് മാറ്റാൻ പാടില്ലല്ലോ. വളരെ കൃത്യമായി നിങ്ങൾക്കെല്ലാവർക്കും കൺവിൻസിങ് ആകുന്ന രീതിയിൽ, നിങ്ങൾക്ക് എത്രയാണോ കൺവിൻസിങ് ആകുന്നത് അത്രയും നേരം ഇരുന്ന് ഒന്ന് നിയമപരമായും അല്ലാതെയും ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കും. രാഹുൽ കോൺഫിഡൻ്റായി പറയുന്നത് പോലെ ഇപ്പം ജാമ്യ ഹർജിയിൽ വാദിക്കുന്നത് പോലെ ഇതെല്ലാം എന്താണ് കൺസെൻസറോടുകൂടി അല്ലെങ്കിൽ ഉഭയകക്ഷി ബന്ധപ്രകാരം ഒന്ന് തന്നെ വാദത്തിന് സമ്മതിക്കൂ രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ അത് കഴിഞ്ഞിട്ട് വരുന്ന ചാറ്റുകളിലൊക്കെ രാഹുൽ ഇവരോട് സംസാരിക്കുന്നത് ദയാരഹിതമാണ്, ഒരു എമ്പതി ഇല്ലാതെയാണ്. ശ്രീ ഹാഷ്മി, ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ബാക്കി എന്തോ ആവട്ടെ, ആവശ്യത്തിന് മനുഷ്യനാണ് എന്നൊരു ബോധ്യം ഇല്ലാതെ പോകുന്നുണ്ട്. ശ്രീ ഹാഷ്മി, രാഹുൽ അസഭ്യം വിളിക്കുന്നുണ്ട്. ശ്രീ ഹാഷ്മി, രാഹുലാൽ ബാധിതയായ ഒരു പെൺകുട്ടിയോട് അനുതാപൂർവ്വം പെരുമാറുന്ന ബാധ്യത രാഹുലുണ്ട്, ഒരു മനുഷ്യനുണ്ട്. ശ്രീ ഹാഷ്മി, അതിൽ എത്രമാത്രം എന്നാൽ ബാധ്യതയാണെന്ന് നിങ്ങൾക്ക് കേസിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാകുമെന്നേ. എനിക്കതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ അറിയുന്നതുകൊണ്ടല്ലേ പറയുന്നത്. നിങ്ങൾ ദയവേത് കുറച്ച് സമയം കൂടെ തരൂ, ആ കേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ച് സമയം കൂടെ തരൂ. ഇതൊക്കെ ഇല്ലെന്നാണ് രാഹുൽ പറയുന്നത്. കുറച്ച് സമയം കൂടെ തരൂ. നിങ്ങളുടെ മുന്നിൽ ഞാൻ ജീവിച്ചിരിക്കുകയല്ലേ, ഞാൻ മരണപ്പെട്ടില്ല എങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ ജീവിച്ചിരിക്കുകയല്ലേ. ഇതിൻ്റെ എല്ലാം നിങ്ങൾക്ക് ക്ലാരിറ്റിയോടുകൂടി വരും ദിവസം. കേസ് റിലേറ്റഡ് അല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കേസ് റിലേറ്റഡ് ആണല്ലോ. കേസ് റിലേറ്റഡ് അല്ലാത്ത എന്തും ചോദിച്ചു. രാഹുൽ, നമുക്ക് അങ്ങനെ സിമ്പിളായി പറഞ്ഞു പോകാൻ കഴിയുന്നതല്ല. സിമ്പിളായി പറഞ്ഞു പോകാൻ കഴിയുന്നതല്ല. അതിൻ്റെ ബാക്കി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ
അതിന്റെ ഇപ്പൊ താങ്കളുടെ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാം. താങ്കളുടെ ചോദ്യത്തിന് എനിക്ക് കൃത്യമായി മറുപടി പറയാം. ആ മറുപടി ഇല്ലാത്തതുകൊണ്ടല്ല. ജീവിതം ഇങ്ങനെ തുലാസിലായ താങ്കളുടെ ചോദ്യത്തിന് ഞാൻ അടുത്ത ഘട്ട മറുപടി പറഞ്ഞാൽ അത് വേറൊരു കേസാണ്. അതുകൊണ്ടാണ് എനിക്ക് മറുപടി പറയാൻ റിസർവേഷൻ ഉള്ളത്. ഞാൻ താങ്കളോട് ഇന്റർവ്യൂ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, എനിക്ക് കേസുമായി സംസാരിക്കാൻ റിസർവേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ബോധ്യമാകും, നന്നായി ബോധ്യമാകും. രാഹുൽ പറയുന്നത് ഞാനിപ്പം ഷഹനാസിൻ്റെ കാര്യം നിങ്ങൾക്ക് ബോധ്യമായതുപോലെ, ഹണി ഭാസ്കറിൻ്റെ കാര്യം നിങ്ങൾക്ക് ബോധ്യമായതുപോലെ, റിനിയുടെ കാര്യം നിങ്ങൾക്ക് ബോധ്യമായതുപോലെ ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് ബോധ്യമാകും. ഇനി രണ്ടാമത്തെ കേസിൻ്റെ ഒരു കാര്യം കൂടെ പറയാം. എനിക്ക് ആ ഒന്നാമത്തെ കേസിലെ താങ്കൾ ചോദിക്കുന്ന ഭാഗം കേസിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ട് മാത്രം എനിക്ക് മറുപടി പറയാൻ പറ്റാത്തത്. ഈ രണ്ടാമത്തെ കേസിന് ഇപ്പം താങ്കൾ പറഞ്ഞു, ഇപ്പോൾ ഒരാൾ പരാതി കൊടുക്കുന്നതിന്റെ പേരിൽ മാത്രം പരാതികളെല്ലാം സത്യമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? എത്ര പരാതി വന്നാലും പരാതികളെല്ലാം സത്യമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ നാട്ടിൽ എല്ലാ വിഷയത്തിലും നിങ്ങൾ പറയുന്നതാ. ഇപ്പം മാത്യുവിന്റെ ഭൂമി ഇടപാടിനെ പറ്റി പറഞ്ഞു, അത് പറയട്ടെ. അന്നേരം നിങ്ങൾ ഇതേ ഗ്രാവിറ്റി തന്നെയാണ് പറഞ്ഞത്. ഭൂമി ഇടപാടിനെ പറ്റി പറഞ്ഞു. അന്നേരം മാത്യു ഇത് വേട്ടയാടലാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞത് നാട്ടിൽ വേറെ ആർക്കും ഭൂമിയില്ലെന്ന് ചോദിച്ചത്. ഓരോരുത്തരോട് ഓരോ പാറ്റേണാണ്. ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. ഭൂമി പോലെ അല്ല ശ്രീ ഹാഷ്മി, ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. ഇവിടെ കുറച്ച് പെണ്ണുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്. ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. ഞാൻ ചോദിച്ചത്, ഞാൻ ഈ കേസിലേക്ക് കടക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ നാട്ടിൽ ഇതുവരെ വ്യാജ പരാതി എന്ന് പറഞ്ഞൊരു കാര്യം താങ്കൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ ഒന്നിന് പിന്നാലെ ഒന്നായി വ്യാജ പരാതി ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രധാനപ്പെട്ട കേസിലെ വ്യാജ പരാതിയെ പറ്റി നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ടല്ലോ. ഇനി പോട്ടെ, എല്ലാം വിട്ടേരെ. സോളാർ കേസ് നിങ്ങൾ ഏറ്റവും സെൻസേഷണലൈസ് ആയിട്ട് ചർച്ച ചെയ്തിട്ടുള്ള കേസാണല്ലോ സോളാർ കേസ്. അപ്പോൾ പറയരുത് ഉമ്മൻചാണ്ടി സാറുമായിട്ട് ഞാൻ താരതമ്യപ്പെടുത്തി എന്ന് പറയുന്നത്. എൻ്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റിൽ പോലും ഞാൻ ഉമ്മൻചാണ്ടി സാറിനോട് എന്നെ കമ്പയർ ചെയ്യുന്ന ഒരാളല്ല. എൻ്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റിൽ പോലും ഞാൻ കമ്പയർ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം പല മാധ്യമപ്രവർത്തകരും വളരെ കുറ്റബോധത്തോടു കൂടി ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, എപ്പോൾ തൊട്ടാണ് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയത്? ഉമ്മൻചാണ്ടി സാർ മരിച്ചതിന് ശേഷം. ഇപ്പം നിങ്ങൾ പറയുന്നില്ല. ആ മനുഷ്യൻ്റെ ഇല്ലാത്തൊരു സീഡി തപ്പി കോയമ്പത്തൂരിലേക്ക് പോയിട്ടുണ്ട്, ഇതിനേക്കാൾ വലിയ ഗ്രാവിറ്റിയുള്ള വാർത്തകളുമായിട്ട്. ഞാൻ ചോദിച്ചു, അപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ അത് തെറ്റായിപ്പോയി, നിങ്ങൾക്കൊക്കെ ഒരു കൺവിക്ഷൻ ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ സോളാർ കേസിൽ അന്ന് നിങ്ങൾ വേട്ടയാടിയ മറ്റ് നേതാക്കന്മാരില്ലേ, നിങ്ങൾ അവരോട് ഇപ്പം എൻ്റെ കേസ് വിട്ടേക്കൂ, എൻ്റെ കേസ് കാലം തെളിയിക്കട്ടെ. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ വേട്ടയാടലിന്റെ എത്ര ഉദാഹരണം പറഞ്ഞു തരണം? ഹാഷ്മി, ഈ കൺവെർസേഷനുകളുടെ ഒരു പ്രശ്നം, താങ്കളുടെ ഒരു വല്ലാതെ എൻ്റെ മറുപടികൾ ഇടപെടുന്നുണ്ട്. താങ്കൾക്ക് ഇഷ്ടമുള്ളതാണ് സമയം, എത്ര സമയം വേണമെങ്കിലും ചെയ്യാം. എനിക്ക് മറുപടി പൂർത്തീകരിക്കാനുള്ള സമയം ചോദിച്ചോ, എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിച്ചു. എൻ്റെ മറുപടി പൂർത്തീകരിക്കാനുള്ള സമയം തരണം. അത് പറഞ്ഞിട്ട് നമ്മൾ ഇരുന്നത് തന്നെ. അപ്പോൾ സോളാർ കേസിലെ മറ്റുള്ള ആളുകളോട് നിങ്ങൾ പറയുമോ ഞങ്ങൾക്ക് അന്ന് തെറ്റുപറ്റിയതാണെന്ന് പറയാൻ തയ്യാറുണ്ടോ? ഇപ്പോൾ പറയുന്നുണ്ടല്ലോ മറ്റുള്ള ആളുകളോട്, അവരോട് നിങ്ങൾ പറയില്ല. കാരണം എന്താ അറിയോ, അവരിൽ എപ്പോഴും ജീവനോട്ടിരിക്കുന്നുണ്ട്. അവർ നാളെ മരിച്ചാൽ നിങ്ങൾ പറയും ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറയും. രണ്ടാമത്തെ കേസ് പ്രധാനപ്പെട്ടായിട്ട് നിങ്ങൾ ഏറ്റവും ഞാൻ ആ പരാതിക്കാരിയുടെ ഒരു ദുസ്സൂചനയും ഒന്നും പറയുന്നില്ല. ഞാൻ ആ കുട്ടി ഒരു അക്ഷരവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനകത്ത് പ്രധാനപ്പെട്ട പരാതി എന്തായിരുന്നു? അത് ആദ്യമായി പരാതി ഉന്നയിക്കുന്നത് നിങ്ങളടക്കമുള്ള മാധ്യമ പ്ലാറ്റ്ഫോമുകളിലാണ്. ആ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ആദ്യം പരാതി പറഞ്ഞത് ഒരു ഹോട്ടലിലേക്ക് ഞാനും ഫെന്നിയും ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം ചെയ്തു ക്രൂരമായി എന്നുള്ളതായിരുന്നു ആദ്യ പരാതി. അത് KPCC പ്രസിഡന്റ് അയക്കുമ്പോഴത്തേക്കിന് ഹോട്ടൽ എന്നുള്ളത് മാറി ഹോം സ്റ്റേ ആയി മാറും. അപ്പോൾ താങ്കൾ ചോദിക്കും അതൊക്കെ ഇങ്ങനെ സാങ്കേതികത്വത്തിൽ പിടിക്കണമെന്ന്. അതിനകത്തൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ, ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഇന്ന ഹോട്ടലിൽ നിന്ന് പേര് പറയണം, അപ്പോൾ കേസ് അവിടെ തീർന്നു. ആ ഹോട്ടലിൽ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയുമ്പോൾ അവിടെ കേസ് കഴിച്ചല്ലോ, അവസാനിച്ചല്ലോ. അവിടെ പോയിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ കേസ് നിലനിൽപ്പില്ലല്ലോ. അപ്പോൾ ഹോം സ്റ്റേ എന്ന് പറയുമ്പം ഹോം സ്റ്റേക്ക് പേരില്ല, ഇപ്പോഴും പേര് പറഞ്ഞിട്ടില്ല. പ്ലേസ് ഓഫ് ഒക്കറൻസ് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പറയാം, എന്താണ് പരാതി? ഞാനും ഫെന്നിയും അവരെ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി ഈ ഹോം സ്റ്റേയിലെത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണല്ലോ പരാതി. തർക്കമില്ലല്ലോ. പീഡനവും തട്ടിക്കൊണ്ടുപോക്കും എല്ലാം നിങ്ങൾ വിട്ടേക്ക്. ഞാനും ഫെന്നിയും അവരും ഒരുമിച്ച് ഒരു കാർ യാത്രയെങ്കിലും നടത്തിയിട്ടുണ്ട് എന്ന് ഒന്ന് തെളിയിക്കാമോ? ജീവിതത്തിൽ യാത്ര ചെയ്തിട്ടില്ല. ഇനി ഫെന്നിയും വിട്ടേക്കൂ, ഞാനും അവരും കൂടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും
ഒരു കാറിൽ യാത്ര ചെയ്തിട്ടുണ്ടോ തെളിയിക്കാമോ? ഒരു ഹോം സ്റ്റേയിൽ ഉണ്ടായിട്ടുണ്ടോ? ഹോം സ്റ്റേയിൽ ഒരുമിച്ച് യാത്ര ചെയ്താലേ ഈ ഹോം സ്റ്റേയിൽ എത്തുള്ളൂ. അല്ലെങ്കിൽ രണ്ടായിട്ട് ഒരു ഹോം സ്റ്റേയിൽ എത്തണ്ടേ? ഞങ്ങൾ എത്തിയിട്ടില്ല, ഞങ്ങൾ എവിടെയും പോയിട്ടില്ല. പിന്നെ എവിടെയായിരുന്നു ഈ സംഭവം? അത് ആരോപിക്കപ്പെട്ട സംഭവത്തിൻ്റെ അതിന് മുഴുവൻ കാര്യങ്ങളും പൊളിഞ്ഞില്ലേ? പിന്നെ ഞാൻ എങ്ങനെ അതിന് പറയുന്നത്? അങ്ങനൊന്നുമില്ല. ഇതിൻ്റെ ഒരു ടൈം ലൈൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കോൺസ്പിറസിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, മൾട്ടി ഡയമെൻഷനിലാണ്. ഈ കോൺസ്പിറസിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ടൈം ലൈൻ. ആദ്യമായിട്ട് ഈ വോയിസ് പുറത്തു വരുന്നപ്പോഴാണെന്നറിയാം. ഈ വോയിസ് പുറത്തു വരുന്നത് റിനി ഒരു അഭിമുഖം കൊടുക്കുന്നതും ശ്രീ MV ഗോവിന്ദൻ്റെ മകനുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ ഒരു ആരോപണം CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ആകെ ബാധിച്ചു നിൽക്കുന്ന സമയത്ത് ഈ ആരോപണം ആദ്യമായിട്ട് വരുന്നു. സ്വിച്ച് ഇട്ടതുപോലെയാണ് ആ ആരോപണം നിൽക്കുന്നത്. ആ ആരോപണം കൊടുക്കാൻ വിസമ്മതിച്ച മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമപ്രവർത്തകരും ഉണ്ട്. അതവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പരാതി വരുന്നപ്പോഴാണെന്നറിയോ? പരാതി വരുന്നത് നിങ്ങളൊരു വാർത്ത കൊണ്ടുവരുമ്പോഴാണ്. കേരളത്തിലെ ബാർക്ക് റേറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. അതിൻ്റെ മെറിറ്റൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആ വാർത്ത വരുന്നതിൻ്റെ ദിവസമാണ് പരാതി വരുന്നത്. ആ വാർത്ത സ്വിച്ചിട്ടതുപോലെ നിന്നു. ആ വാർത്തയുടെ രണ്ടറ്റം ഉണ്ടല്ലോ, എനിക്കതിനെപ്പറ്റി അറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് രാഹുലിനെതിരെ തുടക്കത്തിൽ വളരെ അഡമൻ്റായ സ്റ്റാൻഡ് എടുത്ത രാഷ്ട്രീയ നേതാവിൻ്റെ പേര് VD സതീശൻ എന്നുള്ളതാണ്. പക്ഷേ ബാക്കി ഏത് നേതാവ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ അഡമൻ്റായ സ്റ്റാൻഡ് VD സതീശൻ എടുത്തു. VDക്ക് ഒരു അത്തരത്തിലൊരു കൺവിക്ഷനും ബോധ്യമില്ലാതെ രാഹുലിനെ അങ്ങനെ തള്ളി പറയുമോ? ആദ്യഘട്ടത്തിൽ ഏറ്റവും അധികം ആക്രമിച്ചതും അദ്ദേഹത്തെ തന്നെയാണ്. നിങ്ങൾ ആദ്യം കൊടുത്ത വാർത്ത അങ്ങനെയായിരുന്നില്ല. കേരളത്തിൽ എൻ്റെ വിഷയം ഉണ്ടായതിനു ശേഷം ആദ്യമായി ഒരു മാർച്ച് നടക്കുന്നത് ശ്രീ VD സതീശൻ്റെ ഓഫീസിലേക്കാണ്. VD സതീശൻ എന്നെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യത്തെ മാർച്ച്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഏറ്റവും കടുത്ത നിലപാടെടുക്കുന്ന അദ്ദേഹമാണെന്ന് പറഞ്ഞു. ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും ബോധ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുവാനും അദ്ദേഹത്തോട് എൻ്റെ ഭാഗം കൂടി പറയണമല്ലോ, എൻ്റെ ഭാഗം പറയുവാനും ഞാൻ തയ്യാറാണ്. ഇതുവരെ അങ്ങനെ സംസാരം ഉണ്ടായിട്ടില്ല. അങ്ങനെ സംസാരിക്കാനൊരു അത് ഞാനാണല്ലോ ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഞാനാണ് അത് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത്. അതുണ്ടായിട്ടില്ല. രാഹുൽ അടുത്ത കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ വളർന്നു വന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഏറ്റവും കൂടുതൽ ഒരു ഗ്രോത്ത് റേറ്റിൽ വളർന്നു വന്ന രാഷ്ട്രീയ നേതാവാണ്. ചർച്ചകൾ കൂടിയാവട്ടെ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാവട്ടെ, വളരെ പെട്ടെന്ന് പാലക്കാടിൻ്റെ MLA ആയ കോൺഗ്രസിൻ്റെ പ്രധാന മുഖമായ യൂത്ത് ബ്രിഗേഡ് എന്ന് പറയുന്ന ആ ബ്രിഗേഡിലെ പ്രധാനിയായിരുന്ന ഒരാളാണ്. അയാളെ പ്രതിപക്ഷ നേതാവ് ഒന്നും നോക്കാതെ ചുമ്മാ തള്ളി പറയുന്നതാണോ രാഹുൽ? ആ ചോദ്യത്തിൽ തന്നെ ഈ പലയിടത്തായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു പൊതുബോധ്യമുണ്ട്. വളരെ പെട്ടെന്നെന്ന് പറയുമ്പോൾ നിങ്ങൾ 2020 തൊട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. ഞാൻ ആദ്യമായിട്ട് ജയിലിൽ കിടന്നത്, സമരം ചെയ്ത് ജയിലിൽ കിടന്നത് 2008 അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 18 വർഷമായി. ഞാൻ KSUവിൻ്റെ സജീവ പ്രവർത്തകനാകുന്ന 10ാം ക്ലാസ് പഠിക്കുമ്പോൾ 2006 അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 20 വർഷമായി. എനിക്ക് ആദ്യമായി പദവി കിട്ടുന്നത് 2008 എനിക്ക് ആദ്യമായി പദവി കിട്ടിയ വർഷം തന്നെ കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ 18 വർഷമായി. ഞാൻ യൂണിറ്റ് ഭാരവാഹിയായി തുടങ്ങി, അസംബ്ലി ഭാരവാഹിയായി വന്ന് KSUവിൻ്റെ ജില്ലാ സെക്രട്ടറിയായി, ജില്ലാ പ്രസിഡൻ്റായി, സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, ദേശീയ സെക്രട്ടറിയായി, യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായി, സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, സംസ്ഥാന പ്രസിഡൻ്റായ ആളാണ്. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരാൾക്ക് സ്ലോ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുക? ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരാൾക്ക് താഴേക്ക് തട്ടി വരാൻ പറ്റുക? അങ്ങയുടെ ആ ചോദ്യത്തിനകത്ത് ആ പാർട്ടിനോടുള്ള വിയോജിപ്പ് മാത്രം ഞാൻ പറഞ്ഞു. അതൊരു പൊതുബോധം, അതൊരു പൊതുബോധമായതുകൊണ്ട് അതുകൂടി ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു സാഹചര്യം ആയതുകൊണ്ട് പറഞ്ഞതാണ്. ഏറ്റവും പ്രധാനമായ ഒരു നേതാവിനെ ഒരു ബോധമില്ലാതെ കേട്ടുകേഴ് അടിസ്ഥാനത്തിൽ VD തള്ളി പറയുന്നതാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ശ്രീ VD സതീശന് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് എൻ്റെ ഭാഗം പറയുക, രണ്ടുപേരുടെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ രണ്ടുപേരുടെയും വാദം കേൾക്കുക എന്ന് പറയുന്നത് നാച്ചുറൽ ജസ്റ്റിസ് ആണ്, അല്ലേ? എൻ്റെ ഭാഗം ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തോട്. VDക്ക് പങ്കുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. എന്തിനാണ് ശ്രീ VD സതീശൻ എന്നെ പോലെ ഒരാൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നതിന്? അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞത് ശ്രീ VD സതീശനാണ് എന്നെ വഴിവിട്ട് സഹായിച്ചതെന്നൊരു ഘട്ടത്തിൽ പറഞ്ഞു. ഇപ്പോൾ പറയുന്നു ശ്രീ VD സതീശന് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ചോദിക്കുന്നു. അതെന്തിനാ ഇങ്ങനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന് കെട്ടുന്നത്? എന്തിനാ? താങ്കൾ കോൺഗ്രസ്സുകാരനായിരുന്നതുകൊണ്ട് എനിക്കെതിരെ ഗൂഢാലോചന ഇപ്പോൾ കോൺഗ്രസിൽ നല്ലല്ലോ നടക്കുക, കോൺഗ്രസിന് പുറത്തുനിന്നായിരിക്കുമല്ലോ കൂടുതൽ നടക്കുക. എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചോട്ടെ? ട്രൈറ്റർ എന്ന് പറഞ്ഞാൽ ഒരു നേതാവിൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ. ഈ അറസ്റ്റ് നിങ്ങൾ കേസിൻ്റെ മെറിറ്റ് എല്ലാം അവിടെ നിൽക്കട്ടെ. ഈ അറസ്റ്റിനകത്തൊന്നും ഒരു പൊളിറ്റിക്സും ഇല്ലെന്നാണോ അങ്ങ് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ ജീവിതത്തിൽ എത്രയോ രാഷ്ട്രീയവും അല്ലാത്തതുമായിട്ടുള്ള വ്യക്തിഗത തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആരോപിക്കുമ്പോൾ ഒരു ക്രൈമും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമാണ് എൻ്റെ പോയിന്റ്. പക്ഷേ ഞാൻ എൻ്റെ അമ്മയുടെ കണ്ണീര് കണ്ടു വളർന്ന ഒരാളാണ്. എനിക്ക് സ്ത്രീകളെ നന്നായി ബഹുമാനിക്കുന്നതിനെ പറ്റിയൊക്കെ നല്ല ബോധ്യമുള്ള ഒരാളുമാണ്. എനിക്ക് എൻ്റെ അമ്മയുടെ കണ്ണീര് കണ്ട ഒരാളെന്ന നിലയിൽ എനിക്കൊരു ധാരണയുണ്ടായിരുന്നു, ലോകത്തിലെ ഏത് സ്ത്രീ കരഞ്ഞാലും അത് സത്യമാണെന്ന്. എല്ലാ സ്ത്രീകളും കരയുന്നത് അങ്ങനെ സത്യമല്ലാന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല, അത് ഞാൻ അങ്ങയോട് പറയാം. ഇനി അങ്ങയുടെ ചോദ്യത്തിലേക്ക് വന്നാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
ഇപ്പോൾ ഈ സമയത്ത് തന്നെയാണ് PT കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന ആളുടെ കേസ് വരുന്നത്. ഇതേ സമയത്ത് തന്നെയാണ്. ഞാൻ വാട്ടബോട്ടറി അല്ല പറയുന്നത് കേട്ടോ, ഞാനൊരു സാങ്കേതികത്വം മാത്രം പറയാം. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ആ കേസിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിന് എതിരായിട്ട് ഉയർന്ന ആരോപണം എന്തായിരുന്നു? അദ്ദേഹത്തിനെതിരായിട്ട് ഉയർന്ന ആരോപണം അദ്ദേഹം ജനപ്രതിനിധിയുടെ കാലയളവ് എടുക്കുന്നത് ഞാൻ 1.5 വർഷമാണ് ആകെ ജനപ്രതി ഇതുവരെ ആയത്. അദ്ദേഹം 10 വർഷം ജനപ്രതിയായിരുന്നു. അദ്ദേഹം സംസ്ഥാന സർക്കാർ കൊടുത്തൊരു പദവിയിലിരിക്കുന്ന ആളാണ്. ആ അധികാരത്തെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട്, അദ്ദേഹം ഇരിക്കുന്ന പദവിയുടെ അധികാരത്തെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഒരു സ്ത്രീയെ ആക്രമിച്ചു എന്നുള്ളതായിരുന്നു. ആ കേസിനകത്ത് ഈ തിടുക്കമൊന്നും നമ്മൾ കണ്ടില്ല. മാധ്യമങ്ങളുടെ പോട്ടെ, മാധ്യമങ്ങൾ അതിനത്ര ഹൈലൈറ്റ് കൊടുക്കില്ല, അതൊക്കെ വിട്. ഞാൻ ചോദിച്ചാൽ സർക്കാരിൻ്റെ തിടുക്കം കണ്ടില്ല. അപ്പോൾ സർക്കാർ സെലക്റ്റീവാണ്. ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട് എന്നെങ്കിലും മിനിമം താങ്കൾ അംഗീകരിക്കേണ്ടി വരും. അത് കോടതികൾ അംഗീകരിച്ചിട്ടുണ്ട്, ഇതിനകത്ത് രാഷ്ട്രീയമുണ്ടെന്ന്. ഇതിനകത്ത് കൃത്യമായി ഗൂഢാലോചനയുണ്ട് ശ്രീ ഹാഷ്മി. അത് ഞാൻ ഈ ഒരു മൊമെൻറ്റ് കടക്കാൻ വേണ്ടി പറയുന്നതല്ല. എനിക്കൊരു മൊമെൻറ്റും കടക്കണ്ട. ഞാൻ ഇത്ര കാലം നിശബ്ദനായി ഇരുന്നത് പോലും ഈ പറയുന്ന ആളുകളോടൊക്കെ എനിക്ക് കരുതലുണ്ടായിരുന്നു, എല്ലാ മനുഷ്യന്മാരോടും. ഒരടിസ്ഥാനവുമില്ലാത്ത ആരോപണം വന്നപ്പോൾ പോലും ഞാൻ മിണ്ടാതായിരുന്നേ. അങ്ങയുടെ ഭാഷയിൽ എനിക്ക് അന്നേരം ഈ ചാറ്റെല്ലാം കൂടെ പുറത്തു വിട്ടാൽ പോരെ, ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ. ഞാൻ ചെയ്തില്ലല്ലോ. രാഹുൽ ഇനി പാലക്കാട് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് കോൺഗ്രസ് പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നു. അല്ല, താങ്കൾ കോൺഗ്രസിലുള്ള ആളല്ലേ ഇപ്പോൾ നിലവിൽ? കോൺഗ്രസിൽ നിന്ന് എന്നെ പുറത്താക്കാൻ ലീഡർഷിപ്പ് വിചാരിച്ചാൽ പറ്റും. പക്ഷേ എന്നിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ ഈ ലോകത്ത് എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അതൊരിക്കലും ഞാൻ ചെയ്യത്തില്ല. ഇപ്പോൾ കോൺഗ്രസ്സിന് തോന്നുകയാണ് ആജീവനാന്ത കാലം രാഹുൽ പുറത്ത് നിൽക്കുന്നതാണ് പാർട്ടിക്ക് നല്ലതെന്ന് പറഞ്ഞാൽ, എൻ്റെ സംഘടനാപരമായി കോൺഗ്രസ് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം പാർട്ടിയിൽ നിന്ന് പുറത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മരണം വരെ കോൺഗ്രസ്സുകാരനായി പുറത്ത് നിൽക്കും. എനിക്ക് ആകെയുള്ളൊരു വിഷമം, എന്നെ ഈ വിഷയങ്ങളുണ്ടായപ്പോൾ പാർട്ടി എന്നോട് ചോദിച്ചില്ല, എന്നെ കേട്ടില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. അത് പരാതിയല്ല കേട്ടോ. നമ്മുടെ ഈ ഇൻ്റർവ്യൂവിൻ്റെ ഫോക്കസ് അതാകരുത്, ടാഗ് ലൈൻ അതാകരുത്. രാഹുലിന് വിഷമമുണ്ട്, കേട്ടില്ല, അതല്ല. എന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോൾ. എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടം ഉണ്ടായ കോൺഗ്രസ്സുകാരനാണ് ഞാൻ. കാരണം ഒരു പാർട്ടിക്കാരന് താങ്ങാൻ പറ്റുന്ന ഏറ്റവും വലിയ പണിഷ്മെൻറ്റാണ് സംഘടനയുടെ ഭാഗമല്ലാതെ അയാൾ പുറത്തായി നിൽക്കുക എന്ന് പറയുന്നത്. അതാണ് എന്നെ ഏറ്റവും തകർത്ത, എനിക്ക് ഏറ്റവും പേഴ്സണൽ വിഷമമുണ്ടായത്. പക്ഷേ അതൊന്നും ഒരു വിഷയമല്ല. പാർട്ടി ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോവാണ്. കേരളത്തിലെ ജനങ്ങൾ ഒരു ഗവൺമെൻറ് ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോകുമ്പം ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷമമൊന്നും പാർട്ടി കണ്ടില്ലെങ്കിലും ഒരു പ്രയാസമില്ല. കേരളത്തിൻ്റെ വിഷമം കണ്ടാൽ മതി. രാഹുലിന് മാത്രം പറയുന്ന കുറേ കാര്യങ്ങൾ ഓഫ് കോഴ്സ് ഉണ്ട്, അത് കോടതിയിൽ ബോധ്യപ്പെടുത്തു. പക്ഷേ ജനത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും കുറേയധികം ഷെയ്ഡുകൾ, കുറേയധികം സംശയങ്ങൾ നിൽക്കുന്നുണ്ട്. ആ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടാതെ രാഹുലിന് ജനത്തിൻ്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് എനിക്ക് ഇനി വോട്ട് തരണം എന്ന് ആവശ്യപ്പെടാനുള്ള ഞാൻ ഒരു വാക്ക് പോലും പറയാതെ എന്നെ സ്നേഹിക്കുന്ന എത്രയോ മനുഷ്യന്മാർ ഈ നാട്ടിലുണ്ട്. ഒരു മറുപടിയും പറഞ്ഞിട്ടില്ലാതെ, ഒരു മറുപടി ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ നിശബ്ദനായി ഇരുന്നിട്ട് എനിക്ക് കത്തുകൾ അയക്കുന്ന എത്രയോ അമ്മമാർ, അതുപോലെ എന്നെ വിളിച്ച് എന്നെ ശാസിക്കുന്നവരുണ്ട്, വഴക്ക് പറയുന്നവരുണ്ട്, വഴിപാട് നടത്തുന്നവരുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ആളുകൾ, എന്നെ വിളിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞ പള്ളികളും അമ്പലങ്ങളും ഒക്കെ പോകാൻ തീരുമാനിച്ചാൽ ഇനിയുള്ള മനുഷ്യായുസ് മുഴുവൻ അതിനു വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ടി വരും. അത്രയും ആളുകൾ സ്നേഹിക്കുന്നുണ്ട്. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ പ്രയാസം ഉണ്ടായി. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ പ്രയാസവും കുറ്റബോധവും ഒക്കെ ഉണ്ടായി. അതെനിക്ക് കുറേ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. കുറേ കാര്യങ്ങളിൽ എനിക്ക് മാറ്റം വരുത്തണം എന്നുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള ബോധ്യം അത് ഈ ജനങ്ങൾ തരുന്നൊരു നിസ്സീമമായ സ്നേഹം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചോദ്യത്തിന് മറുപടി പറയാതെ ഞാൻ പോകില്ല. രാഹുൽ ഇപ്പോഴീ കേസില്ല എങ്കിൽ അങ്ങ് ചോദിച്ചതടക്കമുള്ള ഒരു ചോദ്യത്തിനും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആരോപിക്കുന്നത് പോലെയുള്ള ഒരു ക്രൈമും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ആരോപിക്കുക അതിലുണ്ടല്ല. ബാക്കി ഞാൻ വഴിയെ പറയും, ഞാൻ പറയാതെ പോകില്ല. അല്ല, ഞാൻ പറഞ്ഞത് രാഹുൽ പറയുന്നത് ഇതൊക്കെ ഉഭയകക്ഷി ബന്ധപ്രകാരമാണ്, അനുവാദമില്ലാതെയല്ല എന്നൊക്കെയാണ്. ഇനിയിപ്പോൾ അനുവാദം ഉണ്ട് എന്ന് തന്നെ ഇരിക്കൂ. അങ്ങനെ എന്താണ് സൗഹൃദം സ്ഥാപിക്കുന്നതിൽ, അല്ലെങ്കിൽ അത് ഇത്തരം ബന്ധങ്ങളിലേക്ക് പോകുന്നതിലൊക്കെ ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റി പ്രശ്നം തോന്നിയിട്ടുണ്ടോ? ഒരു പിഴവ് സംഭവിക്കുന്നുണ്ടോ? അത് ശരിയാണോ രാഹുൽ? നമ്മൾ നമ്മുടെ തലമുറയുണ്ട്, നമുക്കൊരു വാല്യൂ സിസ്റ്റം ഓഫ് കോഴ്സ് ഉണ്ട്. അല്ല, ഞാൻ അതിനകത്ത് ഇപ്പം നിങ്ങൾ കേൾക്കുന്ന കഥകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതുകൂടെ 1-2 കാര്യങ്ങൾ പറയാതെ പോയി കഴിഞ്ഞാൽ ആ ആളുകളോട് ചെയ്യുന്നൊരു അനീതിയായി പോകും. ഇപ്പോൾ ഏറ്റവും അധികം ഈ ആരോപണങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രചരിക്കപ്പെട്ട ഒരു കാര്യമാണ് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ മകളെ 2 പേരാണ്. 2 പേരുടെ കാര്യം ഞാൻ കേട്ടില്ല കേട്ടോ. 2 പേരുണ്ടോ? ഓക്കെ, 2 പേരുടെ ഒരാളുടെ, ഞാൻ പറയുന്ന ഒരാളുടെ ഒരു മുൻ MP യുടെ മകളോട് ഞാൻ മിസ്ബിഹേവ് ചെയ്തു.
എന്ന് പറഞ്ഞിട്ടുള്ളൊരു വളരെ എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി ഉപദ്രവിച്ചു എന്നുള്ളതാണ് അന്തരീക്ഷത്തിലുള്ള വാർത്ത. എന്നിട്ട് വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറി. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് നേരെ ഇതൊക്കെ പറയുന്നതൊക്കെ നിങ്ങൾ ഈ പറയുന്ന സൂചനകൾ വെച്ചിട്ട്, ഞാൻ പേരിലേക്കും കൂടെ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അത് പോകാത്തത് ഞാൻ പറയുന്നത് അപ്പുറത്തെ ആ കുട്ടിയുടെ ഒരു ജീവിതമില്ലേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങ് പറയാവുള്ളൂ. ആ കുട്ടിക്കൊരു ജീവിതമില്ലേ, ആ കുടുംബത്തിൻ്റെ ഒരു ജീവിതമില്ലേ? നിങ്ങൾ പേരൊന്നും പറയുന്നില്ല, നിങ്ങളിങ്ങനെ കൃത്യമായ സൂചനയാണ് പറയുന്നത്. അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവർക്ക് വന്നിട്ട് നിങ്ങൾ പേര് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളിങ്ങനെ ഒരു വൃത്തികെട്ട സൂചനകൾ ഇങ്ങനെ കൊടുക്കുകയാണ്. ആ ആളാണെന്ന് നമുക്ക് ഉറപ്പാണ്. നിങ്ങൾ പറയുന്ന ആരോപണവുമായി അടിസ്ഥാനമുള്ളൊരു കാര്യം പോലുമില്ല. ആ ആളുമായിട്ട്, അതായത് ആ നേതാവുമായിട്ട് എനിക്കിപ്പോഴും നല്ല ബന്ധമുണ്ട്. ഇപ്പോഴും ഈ ദിവസവും നല്ല ബന്ധമുണ്ട്. ഈ അടുത്തിടയ്ക്കും അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിശേഷം ഡിസംബറിലാണെന്ന് എൻ്റെ ഓർമ്മ, ഞാൻ വിളിച്ച് ആശംസകൾ പറഞ്ഞിട്ടുണ്ട് ഈ ഡിസംബറിൽ. ഇനി പോട്ടെ, ഒരു ഉദാഹരണം കൂടെ പറയാം. അത് ഞങ്ങൾ തമ്മിലുള്ള സ്വകാര്യമായ സംഭാഷണമാണല്ലോ. മെയ് മാസത്തിലാണെന്ന് എൻ്റെ ഓർമ്മ, മെയ്യിലോ ജൂണിലോ അദ്ദേഹം നേരിട്ട് നടന്നൊരു സംഘടന, ആ സംഘടനയുടെ പരിപാടിക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട അതിഥികളിൽ ഒരാളായിട്ട് എന്നെ അദ്ദേഹത്തിൻ്റെ വീടിനോടടുത്തുള്ള പരിപാടിക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. രാഹുൽ ഇത് വെറുതെ പറയുന്നതാണോ ഇതെല്ലാവരും? ഞാൻ പറയുന്നത്, അത് ഞാൻ ചോദിക്കുന്നത്, ആ ആൾ രാഹുലിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ഹാഷ്മി, ഞാൻ ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആ ചോദ്യത്തിന് മറുപടി പറയാം. ഇതൊന്ന് പറയട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഈ വ്യക്തിയും ഞാനും കൂടെ ഒന്നിച്ചിരുന്നൊരു പത്രസമ്മേളനം നടത്തിയാലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കൂ? അത് നടത്താൻ പറ്റുമോ? എങ്ങനെ നടത്തുക? ആ ആൾക്കൊരു ജീവിതമില്ലേ? അല്ലെങ്കിൽ നിങ്ങളങ്ങ് പേര് പറയുന്ന ഒരാൾ വന്ന് പത്രസമ്മേളനം നടത്തും, എങ്ങനെ പ്രൂവ്? ഞാൻ ചോദിക്കുന്നത്, ഇപ്പം അന്തരീക്ഷത്തിൽ ഇങ്ങനെ കുറേ ആരോപണങ്ങൾ ഇന്ന ആളുകളിലേക്ക് മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുത്തു. എൻ്റെ ഈ വിഷയങ്ങൾക്കകത്തുള്ള വിഷമം മുഖ്യധാരാ മാധ്യമങ്ങൾ എല്ലാവരും ഒന്നും പറയുന്നില്ല, ചിലരെങ്കിലും ഒരു നിലവിട്ട് പോയിട്ടില്ല എന്നുള്ള സംശയം ഞാൻ ചോദിക്കുക. ഞാൻ ചോദിക്കുന്നത് വെറുതെ അല്ല. ഒരു പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു, ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയോട് ഞാൻ മിസ്ബിഹേവ് ചെയ്തു. ഒരു മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ. അങ്ങേക്കും ആ കഥ അറിയാമല്ലോ, സ്റ്റേജിൽ വെച്ച് മിസ്ബിഹേവ് ചെയ്തു എന്നാണ് കഥ, അല്ലേ? എന്നോട് ഇത് ആദ്യമായിട്ട് സംസാരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു കഥ കേട്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏത് മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ? ഇങ്ങനെ മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുമായിട്ടൊന്നും ബന്ധമില്ല. മാത്രമല്ല, ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുമായിട്ടും അങ്ങനൊരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പുള്ളി അന്വേഷിച്ചതിന് ശേഷം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത് വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടു. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ്? എനിക്ക് തന്നെ അവരെ പരിചയമുണ്ട്. ഞാൻ അവരെ വിളിച്ചിട്ട്, എനിക്കിത് നേരിട്ട് ചോദിക്കാൻ കഴിയില്ലല്ലോ, ഞാൻ ചോദിച്ചു, രാഹുലിനെ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നേരിട്ടറിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, വേദിയിൽ വെച്ച് മിസ്ബിഹേവ് ചെയ്തു എന്ന കഥ നിങ്ങൾ ഒരുമിച്ചൊരു വേദിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു. ഇല്ല എന്നവർ പറഞ്ഞു. നിങ്ങൾ പറയുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഞാനും ജീവിതത്തിൽ ഒരു വേദിയിൽ പങ്കെടുക്കുകയോ ഞങ്ങൾ തമ്മിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ഹായ് ഹലോ കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാത്ത ഒരാളെ പറ്റിയിട്ടാണ് നിങ്ങൾ ഈ ആരോപണം പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ആ സ്ത്രീ ആണെന്നുള്ള പേര് അന്തരീക്ഷത്തിലെല്ലാം ഉണ്ട്. ആ സ്ത്രീക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവർ വന്നിട്ട് പത്രസമ്മേളനം നടത്താൻ പറ്റുമോ? അതും കഥയുടെ എൻ്റെ എന്താണ്? പ്രതിപക്ഷ നേതാവിന് പരാതി കൊടുത്തു. പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എവിടെയാണ് പോയത്? ഒളിവിൽ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാരണവശാലും ജയിലിൽ കിടക്കരുതെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. സർക്കാർ അങ്ങനെ നിശ്ചയിച്ച് നിൽക്കുമ്പോൾ ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ റിമാൻഡ് കാലയളവല്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഞാൻ ജയിലിൽ കിടക്കില്ല. അതെൻ്റെ അഹങ്കാരവും ധാർഷ്ട്യമൊന്നുമല്ല, എൻ്റെ കൺവിക്ഷനാണ്. ഒറ്റ ചോദ്യം കൂടി രാഹുൽ, ഞാൻ നേരത്തെ അതിന് തുടർച്ചയാണ്. ഇപ്പോഴും ഈ എന്താണ് ഷേഡി, ഈ പറഞ്ഞ സംശയങ്ങൾ, ഈ പറയുന്ന ഗുരുതരമായ ശബ്ദരേഖകൾ, രാഹുലിനെതിരെ വന്ന ആരോപണങ്ങൾ കേവലം ഒരു ഉഭയകക്ഷി ലൈംഗികബന്ധം മാത്രമായിരുന്നില്ല. സെക്സിനിടയിലെ അട്രോസിറ്റി, ഗർഭിണിയാകണമെന്ന് ആവശ്യപ്പെടൽ, ഗർഭിണിയാക്കൽ, അതിനുശേഷം ആ ഗർഭം നശിപ്പിക്കൽ തുടങ്ങി ഒരേ പാറ്റേണുള്ള ഒരുപാട് ഗുരുതര ആരോപണങ്ങൾ രാഹുലിനെതിരെ വന്നു. രാഹുൽ പറയുന്നു അത് രാഹുൽ കോടതിയിൽ തെളിയിക്കാൻ കഴിയും, അങ്ങനെ കഴിയുമെങ്കിൽ കഴിയട്ടെ, അല്ലെങ്കിൽ രാഹുൽ ജയിലിൽ പോട്ടെ. രാഹുൽ മങ്കൂട്ടത്തിൽ, രാഹുൽ ഇനി ഒരു തിരുത്ത് പറയാം. ആ ഒന്നാമത്തെ കേസിൽ മാത്രമാണ് ഈ പറയുന്ന പോലുള്ള പരാതി കോടതിയിലെത്തിയത്. 2ലും 3ലും പരാതിയിൽ കോടതിയിൽ ഈ പറയുന്ന ആരോപണങ്ങളൊന്നുമില്ല. സമൂഹ മാധ്യമങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇനി അതിൻ്റെ ബാക്കി വിശദാംശങ്ങൾ, ഒരു പെൺകുട്ടി അട്രോസിറ്റിയുടെ പറ്റി, അട്രോസിറ്റികളുടെ പാർട്ടിനെ പറ്റി അങ്ങേക്ക് കോടതിയെ വിശ്വാസമാണെങ്കിൽ എനിക്ക് പരിമിതികളുണ്ട് പറയാൻ. അതുകൊണ്ടാണ് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, കേസിന്റെ ഭാഗമാണ്. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അട്രോസിറ്റികളെ പറ്റി. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അട്രോസിറ്റി ഇല്ലാന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരേ ഒരു കാര്യം ഞാൻ പറയാം. ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പെൺകുട്ടിയിൽ നിന്ന് നേർക്കുനേർ കേൾക്കാനിടയ സംഭവം, രാഹുൽ ഒരിക്കൽ ഫ്ലാറ്റിൽ വന്ന് പോയതിനു ശേഷം ആ പെൺകുട്ടിക്ക് തോന്നിയത് തെരുവുനായി ആക്രമിച്ചു എന്നാണ്. നേർക്കുനേർ കേട്ടാണ് ഞാൻ പറയുന്നത്. ഒരു പെൺകുട്ടി വെറുതെ കള്ളം പറയുമോ രാഹുൽ? വെറുതെ കള്ളം പറയുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. തിരിച്ച് എൻ്റെ ആംഗിളിൽ നിന്ന് പറയുമ്പോൾ വെറുതെ കേട്ടോണ്ടിരിക്കുന്ന എൻ്റെ അവസ്ഥയോ?
ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ദിവസം വരെ ഉറപ്പിച്ചാ പറയുന്നത്, ഇന്നത്തെ ദിവസം വരെ ഞാൻ ഏതെങ്കിലും ആദ്യ പരാതി കേട്ടു, രണ്ടാം പരാതി കേട്ടു, മൂന്നാം പരാതിയിലും ഈ അട്രോസിറ്റി കേട്ടു. ഏതെങ്കിലും ഞാൻ അട്രോസിറ്റിയുടെ കാര്യം കോടതി തന്നെ അട്രോസിറ്റിയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. താങ്കൾക്ക് എടുത്ത് വായിക്കാം. ദൗർഭാഗ്യവശാൽ നിങ്ങൾക്ക് ബെയിലിൻ്റെ ഓർഡറുകൾ വായിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്കൊന്ന് വായിച്ചാൽ മതി. അട്രോസിറ്റികൾ കോടതിയിലാണല്ലോ ഞാൻ തെളിവ് ഹാജരാക്കിയത്, അല്ലേ? കോടതി ഞാൻ തെളിവ് ഹാജരാക്കിയിട്ടുണ്ട്. അട്രോസിറ്റികളെ പറ്റി കോടതി പറഞ്ഞിട്ടുണ്ട്. അത്രയും സംശയങ്ങളോട് നിൽക്കുമ്പോൾ എൻ്റെ ചോദ്യം അങ്ങെടുത്ത് നോക്കൂ. എൻ്റെ ചോദ്യമായിരുന്നില്ല രാഹുൽ ഇനി വീണ്ടും മത്സരിക്കാൻ തീരുമാനിക്കുകയാണെന്ന് നോക്കുക, കോൺഗ്രസ് സ്ഥാനാർത്ഥിയോ അല്ലാതെ മത്സരം തീരുമാനിക്കുക നോക്കുക, ഒരു പെൺകുട്ടി രാഹുലിന് മുന്നിൽ ധൈര്യത്തോടെ MLA എന്നുള്ള നിലയ്ക്ക് സമീപിക്കാൻ കഴിയും എന്ന് രാഹുലിന് വരുന്നുണ്ടോ? എൻ്റെ ഓഫീസിലും എൻ്റെ വ്യക്തി ജീവിതത്തിലും എത്രയോ സ്ത്രീകൾ വളരെ ധൈര്യത്തോടു കൂടി, ഇന്ന് രാവിലെ ഉണ്ടായ അനുഭവം പറയാം. ഇന്ന് രാവിലെ ഞാൻ ഇവിടേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് ഇതൊക്കെ നാളുകളിൽ സമൂഹ മാധ്യമങ്ങൾ വലിയ പരിഹാസത്തിന് വേണ്ടിയിട്ട് വേദിയാക്കുക, അതൊന്നും എൻ്റെ വിഷയമല്ല. പക്ഷേ നടന്ന കാര്യം പറയുന്നത്, ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഒരു അമ്മ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. നിങ്ങൾ ഈ പറയുന്ന രീതിയിലല്ല ജനങ്ങൾ കാര്യങ്ങൾ എടുക്കുന്നത്. ജനങ്ങൾക്ക് കുറച്ചും കൂടെ കൺവിക്ഷൻസും കുറച്ചും കൂടെ ബോധ്യങ്ങളും ഉണ്ട്. ജനങ്ങൾ നല്ല ഇപ്പം ഞാൻ പറയുന്നതും താങ്കൾ പറയുന്നതെല്ലാം ജനങ്ങൾ കേൾക്കുന്നുണ്ട്. നമ്മൾ ആരും അതിൻ്റെ പരിപൂർണ്ണ വിധികർത്താക്കളാകണ്ട, ജനങ്ങൾക്ക് വിട്ടേക്ക്. നമ്മളതിൻ്റെ ജഡ്ജ്മെൻറ്റ് എടുക്കണ്ട. പക്ഷേ എനിക്ക് കിട്ടുന്ന അനുഭവം എന്ന് പറയുന്നത് വളരെ സ്നേഹത്തോടു കൂടി ഇപ്പോഴും എന്നെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യന്മാരെയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ അവർക്ക് കൊടുത്ത കോൺഫിഡൻസ് ആണ്. ഇനി മൂന്നാമത്തെ പരാതിക്കാരി, അവർ ഈ പരാതി ഈ പറയുന്നതെല്ലാം പറഞ്ഞിട്ടും അവർക്ക് എൻ്റെ സുഹൃത്തിനോട് അവർ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ഒറ്റയ്ക്ക് എൻ്റെ കൂടെ ഫ്ലാറ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ആ സേഫ്റ്റി രാഹുൽ, ആ സേഫ്റ്റി ഞാൻ ഒന്ന് പറയട്ടെ ശ്രീ ഹാഷ്മി, ആ സേഫ്റ്റി എൻ്റെ മുന്നിൽ ഒരു കാരണവശാലും നിങ്ങൾ പറയുന്ന പോലെ ശ്രീ ഹാഷ്മി ഇപ്പോൾ ആരോപിച്ചതുപോലെ ഒരു ഭീകരനായ വ്യക്തിയാണ് ഞാനെങ്കിൽ ആ ഭീകരത മുഴുവൻ ഏറ്റുവാങ്ങിയ ഒരാളെന്ന നിലയിൽ എൻ്റെ കൂടെ ഒറ്റയ്ക്കൊരു ഫ്ലാറ്റ് സേഫസ്റ്റ് പ്ലേസ് ആണെന്ന് പറയില്ല ഹാഷ്മി. അത് ഹാഷ്മി ഒരു വാദത്തിൻ്റെ എന്നെ ഒന്ന് വാദിച്ച് തോൽപ്പിക്കാനുള്ളതിനപ്പുറം ഹാഷ്മിയുടെ കൺവിക്ഷനിൽ ആലോചിച്ചാൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ അന്ന് മുകേഷ് MLAക്കെതിരെ ഈ ആരോപണം ഉണ്ടാകുമ്പോൾ രാഹുൽ ആഞ്ഞടിച്ചതും പറഞ്ഞതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണ്. അപ്പോൾ അതൊക്കെ പറയുമ്പോഴും രാഹുൽ വെറുതെ പറയുന്നതായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു പ്രസംഗം ഫോർ ദ സേക്ക് ഓഫ് എ പ്രസംഗത്തിന് വെറുതെ പറയുന്നതായിരുന്നു. ഫോർ ദ സേക്ക് ഓഫ് എ പ്രസംഗമല്ല. ഇന്നത്തെ ദിവസവും എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒന്നാമത് പറഞ്ഞു തൊട്ട് ഇപ്പോൾ വരെ പറയുന്നു, ഇന്നത്തെ ദിവസം വരെ ഒരാളെ പോലും ഒരു ബാഡ് ടച്ച് പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അനുവാദമില്ലാതെ ഒരു ഷെയ്ക്ക് ഹാൻഡ് പോലും ഞാൻ ഒരാൾക്കും കൊടുത്തിട്ടില്ല. ആ കോൺഫിഡൻസിൽ നിന്നുകൊണ്ടും ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു നിയമത്തെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലാത്തുള്ളതുകൊണ്ടും എനിക്ക് വളരെ കൺവിൻസ്ഡായിട്ട് കൺവിക്ഷനോട് കൂടി തന്നെ ഇത്തരം കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അതർ സൈഡ് കൂടി കാണുന്നുണ്ട് എന്നുള്ളത് മാത്രം. ഇനി ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ താങ്കൾ ഇതെല്ലാം പറഞ്ഞല്ലോ, ഈ ഷെയ്ഡി എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ കേസുകൾ കോടതി തീരുമാനിച്ചോട്ടെ, 3 കേസുകൾ. ബാക്കിയുള്ള കാര്യങ്ങൾ ആരോപണങ്ങൾ വരുന്നത് ഞാൻ മറുപടിയും പറയാം. ഇനി പരാതി വരും. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ എന്തു വന്നാലും ഇനി പരാതി വരുമെന്ന് ഉറപ്പുണ്ടോ രാഹുൽ? ശ്രീ ഹാഷ്മി, ഞാനൊരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ, ഞാൻ ആരെങ്കിലും അതിക്രമിച്ചതിൻ്റെ പേരിൽ, ഞാൻ ആരെങ്കിലും അനുവാദമില്ലാതെ ഒന്ന് തൊട്ടതിൻ്റെ പേരിൽ സത്യസന്ധമായ ഒരു പരാതിയും എൻ്റെ ജീവിതത്തിൽ ഒരാളും പറയില്ല. എൻ്റെ ജീവിതത്തിൽ ഒരാളും പറയില്ല. അതാണ് അതിൻ്റെ കൺക്ലൂഷൻ. അപ്പോൾ രാഹുലിൻ്റെ ബോധ്യങ്ങൾ, ജനത്തിൻ്റെ ബോധ്യങ്ങൾ, കോടതിയുടെ ബോധ്യങ്ങൾ വരട്ടെ, കാണാം. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.